അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആധുനിക ടെക്നോളജിയും ദുരന്തങ്ങളും എന്ന ഒരു സബ്ജക്റ്റാണ് 1 മണിക്കൂർ കൊണ്ട് തീർക്കാനാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് ആധുനിക ടെക്നോളജിയെ കുറിച്ച് പറയേണ്ട ഒരാവശ്യമില്ല. അതിൽ പ്രധാനപ്പെട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മൊബൈൽ ഫോണിലെ ചില ദുരന്തങ്ങളാണ്. പ്രധാനമായും ഇന്ന് മൊബൈൽ ഫോണിനെ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു കുടുംബവും ഇല്ല, ഒരു വ്യക്തിയും ഇല്ല. അത്രയും മൊബൈൽ സാങ്കേതിക വിദ്യ വളർന്ന് പന്തലിച്ചു. കമ്പ്യൂട്ടറും അതുപോലെ വളർന്ന് പന്തലിച്ചു. ഇതിന്റെ രണ്ടിന്റെ ഗുണങ്ങൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ധാരാളം അറിയാവുന്നതാണ്. പക്ഷെ ഈ രണ്ട് സാങ്കേതിക വിദ്യ പറയുന്നതിന് മുൻപ് ഒരു ചെറിയ ഒരു സബ്ജക്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ദുരന്തത്തിലേക്ക് കടക്കുകയാണ്. GSM എന്നൊക്കെ പറയുന്ന മൊബൈൽ വന്നു. എല്ലാവരും അതൊരു കോളേജിലും സ്കൂളിലും പോകാതെ തന്നെ നമ്മൾ അത് മനസ്സിലാക്കി, അതിന്റെ ഉപയോഗവും അതിന്റെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം. കമ്പ്യൂട്ടറും അതുപോലെ തന്നെ കോളേജിലും സ്കൂളിലും മറ്റു സ്ഥാപനങ്ങളിലും പോയി പഠിച്ചതും അല്ലാതെ സ്വന്തമായി പഠിച്ചും ഈ കമ്പ്യൂട്ടറുകൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് സാധാരണക്കാരും. അതൊരു വെറും ടൂൾ മാത്രമാണ്. കമ്പ്യൂട്ടർ എന്നത് വെറും വലിയൊരു ടെക്നോളജിയോ ഒരു സംഭവമോ ഒരു ഉപകരണമോ അല്ല, അതൊരു ടൂൾസ്, ഒരു ആയുധം മാത്രമാണ് ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ ഇതാ മൂന്നാമത്തെ ഒരു സാങ്കേതിക വിദ്യയും കൂടി നമ്മുടെ നാട്ടിലേക്ക് അല്ല ഈ ലോകത്തേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അതിന്റെ പേരാണ് ഈ ഡിസ്പ്ലേയിൽ എഴുതി വെച്ച GPS എന്ന സാങ്കേതിക വിദ്യ. GSM, ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, ഇമെയിൽ എന്നൊക്കെ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ ഇന്ന് ഒരു സാധാരണക്കാരും മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ ഇതാ ഇനി നമ്മൾ പറയാൻ പോകുന്ന, പഠിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി മറ്റുള്ളവർ ഉപയോഗിക്കാൻ പോകുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഈ GPS എന്ന് പറയുന്നത്. GPS എന്ന് പറയുമ്പോൾ ഞാൻ അതിന്റെ ഉപയോഗം മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ആ ദുരന്ത കഥയിലേക്ക് കടക്കുകയാണ്. GPS ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം. ഇന്ന് ഇന്റർനെറ്റും അല്ലെങ്കിൽ കമ്പ്യൂട്ടറും അല്ലെങ്കിൽ മൊബൈലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ കുറേ ടവറുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു. പല ഭാഗത്തും ടവറുകളും അതിന്റെ ആന്റിനകളൊക്കെ നമുക്കൊക്കെ കണ്ടാൽ മനസ്സിലാകും, ഏത് സാധാരണക്കാർ കണ്ടാൽ മനസ്സിലാകും അത് മൊബൈൽ ടവർ ആണെന്ന്. അത് മൊബൈൽ പ്രവർത്തിക്കാൻ വേണ്ടി സജ്ജീകരിച്ച ഒരു സംവിധാനം. അതുപോലെ ഈ GPS എന്ന ഈ സാങ്കേതിക വിദ്യ പ്രവർത്തിക്കാൻ വേണ്ടി സജ്ജീകരിച്ചത് ഇങ്ങ് ഭൂമിയിലല്ല, അങ്ങ് മേലെ ആകാശത്തിലാണോ എന്ന് മാത്രം. കുറെ ടവറുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. 24 ടവർ മതിയത്രേ ഭൂമിയെ മൊത്തം ഈ സാങ്കേതിക വിദ്യ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ആന്റിന സ്ഥാപിച്ചിട്ടുള്ളത് അങ്ങ് മേലെയാണ്. എന്തിനു വേണ്ടി? ഒറ്റ വാക്ക് പറഞ്ഞാൽ, അതിന്റെ അങ്ങേ അറ്റത്തെ വാക്ക് പറയുകയാണെങ്കിൽ, ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെയും കാണാനും അവയുടെ ശബ്ദം കേൾക്കാനും അത് നിർണയിക്കാനും, ഉറങ്ങുന്ന വസ്തുവാണോ ഉണർന്ന വസ്തുവാണോ, ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ, കടലാണോ കരയാണോ മരങ്ങളാണോ സമുദ്രത്തിൽ ആഴക്കടലിൽ ഓടുന്ന കുഞ്ഞു മീനുകളാണോ എന്ന് ഒരു മനുഷ്യന്റെ വിരൽ തുമ്പ് കൊണ്ട് മറ്റൊരു മനുഷ്യന് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് തൽക്കാലം ഈ GPS എന്ന അത് മനസ്സിലാക്കുക. ഇതൊക്കെ പടച്ചോന് മാത്രം സാധിക്കുന്നതല്ലേ എന്നൊക്കെ നമ്മൾ മദ്രസയിലും പല പാഠപുസ്തകങ്ങളിലും പഠിച്ചിട്ടുണ്ട്. പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും, സംശയിച്ചു പോകും. ഇതൊക്കെ മറഞ്ഞ കാര്യങ്ങളല്ലേ, പടപ്പുകൾക്ക് കിക്കത്ത് അറിയോ, എന്താ ഈ പറയുന്നത്? പടച്ചവന്റെ ഒരു കഴിവിനെ കുറിച്ചാണല്ലോ ഇവിടെ ഈ പറഞ്ഞത്. എന്ത്? ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളെയും കാണാനും കണ്ടെത്താനും അവ നിരീക്ഷിക്കാനും, അത് ഉണരുന്നതാണോ ഉറങ്ങിയതാണോ ചലിക്കുന്നതാണോ ചലിക്കാത്തതാണോ കടലാണോ കരയാണോ എന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കണ്ടെത്താൻ അല്ലെങ്കിൽ അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ ആ വിദ്യയുടെ വലിപ്പം നിങ്ങളൊന്ന് ഊഹിച്ചാൽ മതി, എത്ര വലുതാണ്. അപ്പൊ ചോദിക്കും, ഭൂമിയെ പറ്റൂ? അല്ല, ഈ പ്രപഞ്ചത്തിലെ 6000 കോടി നക്ഷത്രങ്ങളെപ്പോലും ഇതിന്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 6000 കോടി, അതൊന്നുമല്ല നക്ഷത്രങ്ങൾ, അതിലപ്പുറമുണ്ട്. 6000 കോടി നക്ഷത്രങ്ങളും ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 1200 ഉപഗ്രഹങ്ങളും ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയിലെ ഓടുന്ന സർവ്വ വിമാനങ്ങളും ഇതിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കടലിലൂടെ ഓടുന്ന മുഴുവൻ കപ്പലുകളും ഇതിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ കാറുകളെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ മനുഷ്യനും ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ അവരെ നിരീക്ഷിക്കാൻ പറ്റുമെന്നാണ് ഇവരിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 24 ഉപഗ്രഹം ഇങ്ങനെ ശൂന്യാകാശത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി. ചുരുക്കി പറഞ്ഞാൽ 1 ഇഞ്ച് 2.5 സെന്റിമീറ്റർ വലിപ്പത്തിലാക്കി ഭൂമിയെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഈ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകതയെ പറയുന്നത്, മൊത്തം ഗ്ലോബിനെ 1 ഇഞ്ച് 2.5 സെന്റിമീറ്റർ വലിപ്പത്തിലാക്കി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു 2.5 സെന്റിമീറ്റർ സ്ഥലം എവിടെയാണ്?
അവിടെ മനുഷ്യനുണ്ടോ, അവിടെ ഏതെങ്കിലും ജീവജാലങ്ങളുണ്ടോ, ആ ജീവജാലങ്ങളൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചലിക്കുന്നതാണോ നിൽക്കുന്നതാണോ എന്നെല്ലാം നിരീക്ഷിക്കാനാണ് ഈ സാങ്കേതിക വിദ്യ പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി 24 ഉപഗ്രഹങ്ങൾ അങ്ങ് ഭൂമിക്ക് മുകളിൽ 18,000 കിലോമീറ്റർ മുകളിലായി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ സിഗ്നൽസ് അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി നൽകാൻ വേണ്ടിയിട്ട്. അതും ഒരു മാസ വാടകയോ മറ്റോ മനുഷ്യരിൽ നിന്നും ഈടാക്കാതെ. മൊബൈൽ പോലെയല്ല, കമ്പ്യൂട്ടർ പോലെയല്ല, ഇന്റർനെറ്റ് പോലെയല്ല, ഇമെയിൽ പോലെയല്ല. ഇതിനൊക്കെ മന്ത്ലി പൈസ കൊടുക്കണം. ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ലോക ജനതയ്ക്ക് ഇത് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഒരുക്കിയിട്ടുള്ളത്, ഇപ്പോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യ ഒരുക്കിയിട്ടുള്ളത് അമേരിക്കയിലെ നാസയും ഗൂഗിൾ എന്നൊരു കമ്പനിയും മൈക്രോസോഫ്റ്റും മൂന്നും കൂടി സംയുക്തമായിട്ടാണ് ഈ ഒരു സാങ്കേതിക വിദ്യ ഭൂമിയിലാകമാനം നെറ്റ്വർക്ക് സ്ഥാപിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടി ഇത് സൗജന്യമായി കൊടുക്കുന്നുള്ളത് നമുക്ക് അവസാനം ചർച്ച ചെയ്യാം. ഒരു സാറ്റലൈറ്റിന്റെ ചിത്രമാണ് നിങ്ങളെ കാണുന്നത്. ഇത്തരം 24 ഉപഗ്രഹങ്ങളാണ്. അതിന്റെ ചെറിയ ചിത്രം അടുത്ത പേജിലുണ്ട്. നെക്സ്റ്റ്. സെന്ററിലാ കാണുന്നത് ഭൂമിയാണ്. ചുറ്റും കാണുന്ന ചെറിയ കുത്തുകുത്തായി കാണുന്നത് 24 ഉപഗ്രഹങ്ങളാണ്. ഇങ്ങനെ ഭൂമിക്ക് മുകളിലായി ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് പ്രവർത്തിച്ചു തുടങ്ങിയത് 15 വർഷങ്ങൾക്ക് മുമ്പെയാണ്. അതിപ്പോഴും അവസാനിച്ചിട്ടില്ല. അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെന്തെങ്കിലും കേടുപാടുകളൊക്കെ സംഭവിച്ചാൽ ഭൂമിയിൽ നിന്നിട്ട് അങ്ങ് USA കൊറോഡോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആണ് ഇതിന്റെ കൺട്രോളൊക്കെ പ്രവർത്തിക്കുന്നത്. അമേരിക്കയാണ് ഇതിന്റെ ഇപ്പോ അത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ റഷ്യയുടെ ഒരു കമ്പനിയും ഇന്ത്യയുടെ ഒരു കമ്പനിയും ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ജനങ്ങളിലേക്ക് സർവീസ് വിട്ടുകൊടുത്തിട്ടില്ല. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമുക്കത് പ്രതീക്ഷിക്കാം. എന്തിനാണ് ഇതിന്റെ ഉപയോഗങ്ങൾ? ഇപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ഉപയോഗങ്ങൾ മാത്രമാണ്. ഇതിപ്പോ ബസ്സിൽ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ, അഥവാ ഇതിന്റെ വലിപ്പം പറയുകയാണെങ്കിൽ വളരെ ചെറുതാണ് കേട്ടോ. അതിന്റെ വലിപ്പം ഒരു മൊബൈൽ ഫോണിന്റെ സിം കാർഡിന്റെ അത്രയും വലിപ്പമുള്ള ഒരു ചെറിയ ചിപ്പാണ് ഈ പറയുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു വലിയ ലാപ്ടോപ്പ് പോലെ കമ്പ്യൂട്ടർ പോലെയുള്ള ഒരു സാധനമല്ല. ഒരു സിം കാർഡിന്റെ അത്രയും ചെറുതാണത്. ഈ സാധനം നമ്മുടെ വണ്ടിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിലോ ആ വണ്ടി എവിടെ എത്തിയെന്ന് ആർക്കും മനസ്സിലാക്കുക, എങ്ങോട്ടാ പോണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇന്ന് ഞാൻ രണ്ടത്താണിന്ന് പുറപ്പെടുമ്പോൾ എന്റെ വണ്ടിയിൽ ഇത് ഓൺ ചെയ്ത് വെച്ചപ്പം എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് തിരൂരിലേക്ക് പോകണം, ഈ ടൗൺ ഹാൾ വാഗൺ ട്രാജഡി എന്ന് പറയുന്ന ടൗൺ ഹാളിലേക്ക് പോകണം. രണ്ടത്താണിനെ സെറ്റ് ചെയ്തപ്പോ വണ്ടി എനിക്കിങ്ങനെ എന്റെ റോഡ് കാണിച്ചു തന്നു. അങ്ങനെ പോയിക്കോ, ഇങ്ങനെ എനിക്ക് അറിയുന്ന സ്ഥലം തന്നെയാണ്, എന്നാലും കൃത്യമായി എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. അതൊരു പുതിയ ഡ്രൈവർ ആണെങ്കിലോ അദ്ദേഹം ഈ ഭൂമിയുടെ ഏത് വഴിയിലൂടെയും അദ്ദേഹത്തിന് സഞ്ചരിക്കാം. ഈ ഉപഗ്രഹം അദ്ദേഹത്തെ വഴി കാണിച്ചു കൊടുക്കും. അതാണ് അതിന്റെ ഒരു ഫീച്ചർ. ഇതിന്ന് വിമാനങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വിമാനം എത്ര അടി ഉയരത്തിലാണ്, എവിടേക്കാ പോകുന്നത്, താഴെ ഏത് രാജ്യമാണ്, ഏത് സമയത്ത് എത്തും എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഉപഗ്രഹമാണ്. ഇത് 15 വർഷത്തിന് മുൻപ് സ്വകാര്യ കമ്പനികൾ പ്രത്യേക റഡാറൊക്കെ വെച്ച് വേറെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരുന്നു ഇത് പ്രവർത്തിച്ചത്. ഇപ്പോ ഈ GPS എന്ന സാങ്കേതിക വിദ്യ എല്ലാ വിമാനങ്ങളും ഏത് സ്പീഡിൽ പറക്കുന്നുണ്ട്, എപ്പോ ലാൻഡ് ചെയ്യും, എപ്പോ ഭൂമിയിൽ മുട്ടും, ഏത് സ്പീഡിൽ മുട്ടണം, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ തെറ്റുപറ്റും. അതിന് ഉദാഹരണമാണ് 160ഓളം പേര് മരിച്ചത്. ഇത്രയൊക്കെ സാങ്കേതിക വിദ്യ വളർന്നിട്ടും എവിടെയോ തെറ്റുപറ്റി. അതുകൊണ്ട് അതിനൊക്കെ ഉത്തരം എന്താ നമുക്കതിന് കിട്ടും. നിങ്ങളൊന്നും അഹങ്കരിക്കണ്ട എന്ന് തൽക്കാലം മനസ്സിലാക്കുക. ഇത്രയൊക്കെ സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിലും തെറ്റുപറ്റാം. ഏതായിക്കോട്ടെ, ഇങ്ങനെ നിയന്ത്രിക്കാനും നിർണ്ണയിക്കാനുള്ള ഈ സാങ്കേതിക വിദ്യ ഒരു ട്രെയിനിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തിരൂരിലേക്ക് കയറി അങ്ങ് മംഗലാപുരത്ത് നിന്ന് വരുന്ന ഒരാൾ തിരൂരെത്തിക്കഴിഞ്ഞാൽ കോഴിക്കോട് എത്തുമ്പോൾ പറയും അടുത്ത 50 കിലോമീറ്റർ ഉണ്ട് കേട്ടോ, നിനക്ക് ഇറങ്ങാൻ സമയമായി, തിരൂരെത്തുമ്പോൾ പറയും ഇതാണ് എന്റെ തിരൂർ സ്റ്റേഷൻ, ഇറങ്ങിക്കോ എന്ന് ഈ ഉപകരണം നമ്മോട് പറയും. ഇത് ഏതിൽ വെക്കുന്നോ ആ ഉപകരണം അതിനുവേണ്ടി പ്രവർത്തിക്കും. ഇതാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ. ഈ യൂണിറ്റ്, ഈ ചെറിയ ഉപകരണം ഇനി ഇതാ മനുഷ്യരെ കയ്യിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു വിഭാഗം സയന്റിസ്റ്റ് കയ്യില് തൊലി കീറിക്കൊണ്ട് അതിന്റെ അകത്ത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് ലോകത്തുള്ള സർവ്വ ജനങ്ങൾക്കും ഈ ചിപ്പ് ഇനി നിർബന്ധമാക്കിയാൽ എങ്ങനെ ഉണ്ടാകുമെന്നാണ്. അങ്ങനെ ആ ചിപ്പ് കണക്ട് ചെയ്ത് വിട്ടാൽ എങ്ങനെ ഉണ്ടാകും? ഓരോ മനുഷ്യൻ എപ്പോ ഉറങ്ങണം, എപ്പോ ഉണരണം, എപ്പോ ജോലി ചെയ്യണം, എപ്പോ പഠിക്കണം, എപ്പോ പ്രാക്ടീസ് ചെയ്യണം, എപ്പോൾ ഭക്ഷണം കഴിക്കണം, എപ്പോൾ ചിന്തിക്കണം എന്നീ കാര്യങ്ങളൊക്കെ പ്രോഗ്രാം ചെയ്ത മനുഷ്യനെ ഒരു റോബോട്ടിക് മെഷീനായി മാറ്റാൻ സാധിക്കുമെന്നാണ് ഈ സാങ്കേതിക വിദ്യയുടെ മറ്റൊരു പ്രത്യേകത. ഇത് വേണോ വേണ്ടേ എന്ന് പൊതുജനങ്ങൾ തീരുമാനിക്കുക. വന്നതിന് ശേഷം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. വരുന്നതിന് മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇതിവിടെ പറയുന്നത്. എന്നാൽ ഇതിന് ചെറിയ ചെറിയ യൂണിറ്റുകൾ ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇന്ന് അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കുറെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അഥവാ കോളേജിലേക്ക് പോകുന്ന കുട്ടികളുടെ ബാഗിൽ ഈ ചിപ്പ് ഒളിപ്പിച്ചു വെച്ചാൽ ആ കുട്ടി ഇന്ന് കോളേജിൽ ഉണ്ടോ അതോ സിനിമാ തിയേറ്ററിലാണോ എന്ന് വീട്ടിലെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കാൻ സാധിക്കും. സ്കൂളിൽ എത്ര കുട്ടികൾ വന്നു എന്ന് ഹെഡ്മാസ്റ്റർ റൂമിൽ ഇരുന്ന് കൊണ്ട് അറ്റൻഡൻസ് എടുക്കാൻ പറ്റും. പള്ളിയിൽ എത്ര ആള് കയറി ഇറങ്ങി എന്ന് കൃത്യമായി ഇമാമിന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ നല്ല ഗുണങ്ങളും ഇതിനുണ്ട്, ഒരുപാട് നല്ല വശങ്ങളും ഉണ്ട്.
ഇനി ഭാവിയിൽ ഇത് എന്തിനു വേണ്ടി എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. എവിടേക്കാണ് നമ്മുടെ ഈ സാങ്കേതിക വിദ്യ പോകുന്നു എന്ന് തൽക്കാലം ഒന്ന് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട്. കാട്ടിലെ മൃഗത്തിനെ വേട്ടയാടുന്നതിന് പകരം ഈ ചിപ്പ് ഒരു സൂചിയാക്കി ഒരു ഗണ്ണ് കൊണ്ട് എറിഞ്ഞു പിടിപ്പിക്കുകയാണ് അത്ര ഇപ്പൊ ചെയ്യുന്നത്. ആനയ്ക്കും സിംഹത്തിനും വെടിവെക്കുന്നതിന് പകരം ഈ ചിപ്പ് കൊണ്ട് ഐസി കൊണ്ട് വെടിയുണ്ടുണ്ടാക്കുക, എന്നിട്ട് അവനെ അമ്പ് ചെയ്യുക, വെടിവെക്കുക. ഈ ചിപ്പ് അവന്റെ ശരീരത്തിലേക്ക് ആഞ്ഞു കയറും. അങ്ങനെ ആ മൃഗത്തിനെ ആ സയന്റിസ്റ്റ് ശാസ്ത്രജ്ഞൻ വീട്ടിൽ പോയി ഇരുന്നു കൊണ്ട് ഇദ്ദേഹം ഉറങ്ങുകയാണോ ഉണരുകയാണോ, എവിടേക്കാ പോണത്, എത്ര വയസ്സ് ജീവിക്കുന്നു, എപ്പോൾ ഭക്ഷണം കഴിക്കുന്നു എന്ന് അതിനെക്കുറിച്ച് പഠിക്കുക. ഈ പഠന വിവരം മറ്റു കോളേജിലെ സിലബസിലേക്ക് ആഡ് ചെയ്യുക. നല്ലൊരു സാങ്കേതിക വിദ്യ. വരും കാലങ്ങളിലെ തലമുറകൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇത്തരം ചിപ്പുകൾ ഉപയോഗിച്ചായിരിക്കും. അതുകൊണ്ട് അതൊക്കെ നമുക്ക് നന്നായി തന്നെ സ്വാഗതം ചെയ്യാം. പക്ഷേ ഇനി വരുന്നത് മറ്റൊന്നാണ്. ഈ ചിപ്പോട് കൂടി ഇതാ ഒരു ക്യാമറയും സ്ഥാപിക്കാൻ പോകുന്നു. അല്ല, സ്ഥാപിച്ചു കഴിഞ്ഞു. അങ്ങ് 18,000 കിലോമീറ്റർ മുകളിൽ ഈ ചിപ്പോട് കൂടി ഈ സാറ്റലൈറ്റിൽ തന്നെ ഒരു ക്യാമറയും ഫിറ്റ് ചെയ്തു. എന്നിട്ട് 18,000 കിലോമീറ്ററിന്റെ അടിത്തട്ടിലേക്ക് ഭൂമിയുടെ 1 ഇഞ്ച് ഭാഗത്തെ ഫോട്ടോ എടുക്കാൻ സാധിക്കും. എന്തിനു വേണ്ടി? കള്ളന്മാരെ പിടിക്കാൻ, കൊലയാളികളെ പിടിക്കാൻ. നമ്മുടെ വീടിന്റെ പരിസരത്ത് ഈ ക്യാമറ സൂം ചെയ്യാൻ വേണ്ടി നാസയെ ഏൽപ്പിച്ചാൽ അവർ പൈസ ചോദിക്കും. അങ്ങനെ നമ്മുടെ വീടിന്റെ പരിസരത്ത് 24 മണിക്കൂറും ചിത്രങ്ങൾ എടുത്ത് അങ്ങ് ഉപഗ്രഹത്തിൽ നിന്ന് നേരെ കമ്പ്യൂട്ടറിലേക്ക് അയച്ചു തരും. ഭൂമിയിലൊന്നും വേണ്ട. ഇനി അങ്ങ് ആകാശത്താണ് ക്യാമറ. സ്ഥാപിച്ചു കഴിഞ്ഞു, ഇപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടുത്ത കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ദുബായിൽ ഒരു ബാങ്ക് കൊള്ള ചെയ്തു, ഒരാളെ കൊന്നു. അതും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കൊല ചെയ്തു. 24 മണിക്കൂർ കഴിഞ്ഞു. ദുബായിലെ ഒരു പോലീസുകാരനും അങ്ങ് ലണ്ടനിലെ ഒരു പോലീസുകാരനും നേരെ ലണ്ടനിലേക്ക് ഈ ദുബായിലെ പോലീസുകാരൻ കയറി ലണ്ടനിൽ ഇറങ്ങി. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരനെ വിളിച്ചു, നേരെ ഒരു ടാക്സി വിളിച്ചു, ഒരു വീടിന്റെ ഫ്രണ്ടിൽ പോയി ബെല്ലടിച്ചു. അതിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന മോനെ ഒരു ചിപ്പ് ഒന്ന് ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടറിൽ ഇട്ട് നോക്കൂ. അദ്ദേഹം ആ കമ്പ്യൂട്ടറിൽ ആ ചിപ്പ് ഒന്ന് ഇട്ട് നോക്കി. അപ്പൊ കണ്ടു എന്ത്? സ്വിറ്റ്സർലാൻഡിൽ നിന്നും എമിറേറ്റ്സ് വിമാനത്തിൽ UAE ദുബായിലെ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നു. അവിടുന്ന് ഒരു ടാക്സി വിളിക്കുന്നു. അദ്ദേഹം ഒരു ജ്വല്ലറിയുടെ ഒരു ബാങ്കിന്റെ ഫ്രണ്ടിലേക്ക് ചെല്ലുന്നു. മറ്റൊരാൾ മറ്റൊരു കാറിൽ വരുന്നു. ബാങ്കിലെ ആളുകളെ ഒരെണ്ണത്തിന് വെടിവെക്കുന്നു. അവിടുത്തെ പൈസയും സ്വർണ്ണ ബിസ്ക്കറ്റുകളും ഒരു സൂട്ട് കേസിലാക്കുന്നു. അടുത്തൊരു വണ്ടി വിളിക്കുന്നു. നേരെ എയർപോർട്ടിൽ വരുന്നു. UK-യുടെ ഒരു ലണ്ടൻ വിമാനത്തിൽ കയറുന്നു. അയാൾ നേരെ ലണ്ടനിലേക്ക് പറക്കുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി റെസ്റ്റ് എടുക്കുന്നു, കിടന്നുറങ്ങുന്നു. ഉണർന്ന് രാവിലെ 10 മണിക്കാണ് തന്റെ ഫ്രണ്ടിൽ ഡോറിൽ ഒരാൾ ബെല്ലടിക്കുന്നു. അത് മറ്റാരും ആയിരുന്നില്ല. ആര്? ഈ ചിപ്പുമായി റെക്കോർഡ് ചെയ്ത സാറ്റലൈറ്റിൽ നിന്ന് കിട്ടിയ വീഡിയോ ചിത്രങ്ങളായിരുന്നു. താൻ ചെയ്ത കളവിന്റെ വീഡിയോ ചിത്രങ്ങൾ. നാളെ പരലോകത്ത് പടച്ച തമ്പുരാൻ നമുക്ക് തരുന്ന കിതാബും വീഡിയോ ചിത്രങ്ങളെ പോലെ ഈ ഒരു ചിപ്പ് അദ്ദേഹത്തിന് കൊടുത്തപ്പോ അദ്ദേഹത്തിന് ഒന്നും പറയണ്ടായിരുന്നില്ല. 2 കൈയും കാണിച്ച് സ്വാഗതം ചെയ്തു. അറസ്റ്റ് മീ, എന്നെ അറസ്റ്റ് ചെയ്താലും. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, ജയിലിൽ അടച്ചു, കൊല്ലാൻ വിധിച്ചു. എന്തേ സംഭവിച്ചത്? ഇത്തരം സാങ്കേതിക വിദ്യ കൊണ്ട് വലിയ നേട്ടങ്ങളാണ്, വലിയ വലിയ നേട്ടങ്ങളാണ്. ഒരു കള്ളന് ഇനി ജീവിക്കാൻ സാധിക്കില്ല. ഒരാൾക്ക് കളവ് പറയാൻ ഇനി പറ്റൂല. കാരണം ഈ ചിപ്പുമായി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയോട് വിളിക്കാം, മോനെ നീ എവിടെയാണ്? ഞാൻ വലിയ ബിസിയാണ്, ഞാൻ തിരക്കിലാണ്. അല്ല, അവൻ ഭാര്യ വീട്ടിൽ കിടന്നുറങ്ങിയായിരിക്കും, പച്ച കളവായിരിക്കും പറയുന്നത്. പക്ഷേ ആ സമയത്ത് സ്വന്തം മൊബൈലോ കമ്പ്യൂട്ടർ എടുത്ത് നോക്കിയാൽ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ സാങ്കേതിക വിദ്യയുടെ ഒരു പ്രത്യേകത. ഇങ്ങനെ നമുക്ക് ഈ സാങ്കേതിക വിദ്യ വേണ്ട എന്ന് പറയാൻ ഞാൻ ആളല്ല. നിങ്ങൾക്കും ഊഹിക്കാം ഇനി സാങ്കേതിക വിദ്യ എവിടേക്കാ പോകണോ. ഞാൻ പറയാൻ ഇനി പോകുന്നത് ഇതല്ല, ഇതിന്റെ ദുരന്ത വശങ്ങളാണ്. ഇത് വാഹനങ്ങളിൽ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാഹനം കളവ് പോകുന്നത് തടയാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു വാഹനത്തിന്റെ സ്പീഡ് നിയന്ത്രിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ സ്പീഡ് നിയന്ത്രിക്കുന്നതിന് പകരം ഇന്ന് ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ഇന്ന് പോലീസുകാർക്ക് നിയന്ത്രിക്കുന്നുണ്ട്. പകരം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ഒരു പോലീസുകാരെ നോക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും എത്ര വേഗതയിലാ പോകുന്നത്. നീ നിൽക്കവിടെ, നിന്നെ അറസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നീ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ഇതിന് സാധിക്കും. അങ്ങനെ ധാരാളം നല്ല ഗുണങ്ങൾ ഇതിനുണ്ട്. ഞാൻ ആ പറഞ്ഞ നാവിഗേറ്റർ എന്ന് പറയുന്ന റോഡൊക്കെ കാണിച്ചു തരുന്ന സാധനത്തിന്റെ ഫോട്ടോ ആണത്. ഇപ്പൊ എന്റെ കാറിൽ പ്രവർത്തിക്കുന്നുണ്ട്. പലയിടത്തും അത് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഒരു 5,000 രൂപ മുതൽ 15,000 രൂപയ്ക്ക് അത് കിട്ടും. അതുപോലെ ചെറിയ ചിപ്പ് ഇറങ്ങിയിട്ടുണ്ട്, കുട്ടികളെ കയ്യിൽ കെട്ടിവിടുന്നത്. ഈ അടുത്ത 2 വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യ പോയപ്പോ എന്നോട് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഹംസ, ഈ ചിപ്പ് എന്തുകൊണ്ട് ഹജ്ജിന് വരുന്ന ചെറിയ മക്കൾക്കും പ്രായമുള്ള ആളുകൾക്കും കെട്ടിവിട്ട വഴി തെറ്റുന്നത് ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞുകൂടെ എന്ന്. നല്ലൊരു പ്രൊജക്റ്റാണ്. അത് ഉണ്ടാക്കി, അതൊരു സാമ്പിൾ ഉണ്ടാക്കി ഞാൻ അവിടെ കൊണ്ടേ കൊടുത്തു. ഒരാൾക്ക് കെട്ടിവിട്ടു, കൂട്ടത്തിൽ വഴി തെറ്റിയ ആളെ കണ്ടുപിടിച്ച് അത് കാണിച്ചു കൊടുത്തു.
അങ്ങനെ പറഞ്ഞു, ഇത് നല്ലൊരു പ്രൊജക്റ്റാണ്, എന്തായാലും ഒരു 10 ലക്ഷം പീസ് നമുക്ക് ഉണ്ടാക്കണം. പക്ഷെ തീർച്ചയായിട്ടും ഒരു ഓർഡർ നമുക്ക് അങ്ങനെ കിട്ടൂല, അതിലും വലിയ തലയുള്ള കമ്പനികൾ അവിടെ ഉണ്ടായത് കൊണ്ട് ആ ഓർഡറൊന്നും നമുക്ക് കിട്ടിയില്ല. പക്ഷെ ഇനി എന്തായാലും അത്തരം ചിപ്പുകൾ ഒരു പക്ഷേ നാളെ ഹജ്ജിന് പോകുന്ന ഓരോരുത്തർക്കും നിർബന്ധമാക്കാൻ സാധ്യതയുണ്ട നല്ലൊരു സാങ്കേതിക വിദ്യയാണ്. പക്ഷെ ഇത് എല്ലാ മനുഷ്യർക്കും നാളെ നിർബന്ധമാക്കിയാലോ നമ്മുടെ പ്രൈവസി, സ്വകാര്യത നഷ്ടപ്പെടില്ലേ എന്ന് ഒരു വിഭാഗം ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കൊന്നും സ്വകാര്യത്തിൽ എവിടെ ഇരിക്കാൻ പറ്റൂല, ഒന്ന് ആരെയും കണ്ണിൽ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കൂല, പിന്നെ മറ്റൊന്ന് ഈ ചിപ്പ് എവിടെ വെക്കും, തൊലി മുറിച്ചു വെക്കാൻ ആളുകൾ മുന്നോട്ട് വരുമോ, ഓപ്പറേറ്റ് ചെയ്യാൻ ഇന്ന് ഡോക്ടർമാർ തയ്യാറാവോ എന്നൊക്കെയുള്ള ചില തടസ്സങ്ങളാണ് ഇപ്പൊ മുന്നിലുള്ളത്. ഏതായാലും വാച്ചിനകത്തും പേനയുടെ അകത്തും ബാഗിനകത്തും മൊബൈലിനകത്തും കയ്യിലുള്ള മറ്റു ഉപകരണങ്ങളുടെ കൂടെ ഈ ചിപ്പ് കൂട്ടിച്ചേർത്താൽ ഒരു പരിധിവരെ ഇത് പ്രവർത്തിക്കും, തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ ആ പ്രോഡക്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഉപകരണം മാറ്റിവെച്ച് ഈ കള്ളന് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പം ആ ഒരു സാധനത്തിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും, ഈ വ്യക്തിയെ കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് തൊലിക്കുള്ളിൽ തന്നെ ആക്കണമെന്നാണ് ഒരു വിഭാഗം സയന്റിസ്റ്റ് പറയുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് ഇനി വരാൻ പോകുന്നത് എന്ന്. ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാറുകളിലും ഇത് ഇപ്പോൾ സൗജന്യമായി തന്നുകൊണ്ടിരിക്കുകയാണ്. മീൻസ് ആ കാറിന്റെ കൂടെ തന്നെ ഈ സാധനം വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മോട്ടോർ സൈക്കിളിൽ വലിയ ഹരാണത്രേ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മോട്ടോർ സൈക്കിളാണത്രേ ഓരോ നിരത്തിലും ഇറങ്ങുന്നത്. ഈ സാങ്കേതികവിദ്യ വെച്ചുകൊണ്ടാണ് ഇനി മോട്ടോർ സൈക്കിൾ ഇറങ്ങുന്നത്. അപ്പോ എത്ര വേഗത്തിൽ പോകുന്നുണ്ട് എന്ന് പോലീസിനെ പിടിക്കാനും, അതുപോലെ ഇവൻ തന്നെ മനസ്സിലാക്കുക ഞാൻ ഇനി എങ്ങോട്ടാ പോകേണ്ടത്, എവിടേക്കാ പോകേണ്ടത്, വഴി അറിയാതെ ആരോടും ചോദിക്കാതെ തന്നെ ഇദ്ദേഹം വഴി പറഞ്ഞു തരും. അതുമല്ല ഇത് സംസാരിക്കും ചെയ്യും ഈ യന്ത്രം. വലത്തോട്ട് പോട്ടെ, തെറ്റിയിട്ടുണ്ട്, ഇടത്തോട്ട് പോയിക്കോ എന്നൊക്കെ പറയും. ഞാനിപ്പോ ഇങ്ങോട്ട് പോരുമ്പോൾ ഞാൻ കോഴിക്കോട്ടേക്കാ പോകണമെന്ന് അതിനെ തെറ്റായി തെറ്റിദ്ധരിപ്പിച്ച് കോഴിക്കോട് റൂട്ടിലേക്ക്, എന്നിട്ട് ഞാൻ എഡ്രിക്കോട് നിന്ന് തിരൂരിലേക്ക് പോകുന്നപ്പോൾ എന്നോട് പറഞ്ഞു നീ വഴി തെറ്റിയിട്ടാ പോണത്, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോക്കറ്റ് റോഡ് കൂടി വലത്തോട്ട് പോയിക്കോ. അങ്ങനെ ഓരോ പോക്കറ്റ് റോഡും എന്നെ പരിചയപ്പെടുത്തുമായിരുന്നു. 2.5 കിലോമീറ്റർ പോയാൽ പോക്കറ്റ് റോഡിന് അതിൽ കൂടെ പോയിക്കോ, അതിലൂടെ ഞാൻ പോയില്ല, അങ്ങോട്ട് വന്നു. വീണ്ടും പറഞ്ഞു നീ തെറ്റാണ്, തെറ്റായ അത്രേ പോണത്. ഇങ്ങനെ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണത്. ഇത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആ ലാംഗ്വേജ് ഭാഷ ഒരു വിഷയമല്ല, ഏതാണോ പ്രോഗ്രാം ചെയ്ത് അതിനനുസരിച്ച് സംസാരിക്കും ഈ യന്ത്രം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇവയുടെയൊക്കെ ദുരന്തങ്ങളാണ്. അഥവാ ഇന്നത്തെ ഈ മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ഈ മൊബൈൽ ഫോണിനെ കുറിച്ച് ഇത്ര ആധികാരികമായി പറയാനുള്ള കാരണം ഒരു 12 വർഷം ഈ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ധാരാളം ടെക്നീഷ്യന്മാർ ഇന്ത്യയിൽ 2000-ഓളം ടെക്നീഷ്യന്മാർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെയൊക്കെ കൂട്ടി വലിയ വലിയ മീറ്റിംഗ് ഒക്കെ നടത്തി അതിൽ നിന്നും കിട്ടിയ ചില നുറുങ്ങ് വിദ്യകളും നമ്പറുകളുമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതല്ലാതെ ഊഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ എവിടെയോ വായിച്ചതല്ല ഈ പറയുന്നത്. ഇന്ത്യയിലെ 2000-ഓളം പ്രതിനിധികളെ വിളിച്ചുകൂട്ടി കിട്ടിയ ഇൻഫർമേഷനാണ് ഈ പറയുന്നത്. മൊബൈൽ ഫോണ് നിങ്ങൾക്കൊക്കെ അറിയാം, എല്ലാവരുടെ കയ്യിലുണ്ട്. അതും തന്നെ ആവശ്യമുള്ള ഒരു വസ്തുവാണ്, അനാവശ്യമാണെന്ന് പറയുന്നില്ല. ഇപ്പം അത്യാവശ്യമായി മാറി. ഇത് മുമ്പ് എല്ലാവരും പറയുന്നത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ ആഡംബര സാധനമാണ്. ഇപ്പൊ പറയുന്നത് കിട്ടിയേ കൊള്ളാം, കിട്ടിയ ആള് പറയുന്നത് ഇത് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പൊ എന്റെ ഒരു ഉസ്താദ് പറഞ്ഞു കേട്ടതാ, മൊബൈൽ ഫോൺ മറന്നുകൊണ്ട് 8 കിലോമീറ്റർ കാർ ഓടിച്ച് പോയപ്പോഴാ ഓർമ്മ വന്ന് മൊബൈൽ ഫോൺ എടുത്തിട്ടില്ല. തിരിച്ച് അയാൾ ആ കാർ വീണ്ടും തിരിച്ചോടിച്ചു 8 കിലോമീറ്റർ വീണ്ടും. അദ്ദേഹം പറയണേ ഞാൻ തുണി എടുക്കാൻ മറക്കണേ, ടെക്സ്റ്റൈൽസ് കയറി ഞാൻ അതൊന്ന് വാങ്ങും. ബാഗ് എടുക്കാൻ മറക്കണേ പ്രശ്നമില്ല, ഭക്ഷണം എടുക്കാൻ മറന്നാൽ, കുപ്പായിടാൻ മറന്നാലോ, വാച്ച് എടുക്കാൻ മറന്നാലോ, പൈസ എടുക്കാൻ മറന്നാലും പ്രശ്നമില്ല. ഈ സാധനം എടുക്കാൻ മറന്നാൽ പിന്നെ അങ്ങോട്ട് സ്റ്റക്കാവും, ജീവിതം തന്നെ വഴിമുട്ടിപ്പോകും. അത്രയും നമ്മോട് ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ സൂക്ഷിക്കേണ്ടത് ആർക്കാണ് ഈ ഫോൺ എന്നുള്ള വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോണത്. ഇത് ആർക്കാണ് ഈ ഫോൺ വേണ്ടത്? ഇന്ന് ദുരുപയോഗം ചെയ്യുന്നത് കുട്ടികളാണ്. 10, 15, 20 വയസ്സ് പ്രായമുള്ള ജോലിയില്ലാത്ത ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരും. എന്തിനാണ് ഇവർക്ക് ഫോണിന്റെ ആവശ്യം? ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്തിനാ മൾട്ടിമീഡിയ മൊബൈൽ ഫോൺ? എന്തിനാണ് അതിൽ ക്യാമറ? എന്തിനാണ് അതിൽ മെമ്മറി കാർഡ്? എന്തിനാണ് അതിൽ കളർ ചിത്രങ്ങൾ? എന്തിനാണ് അതിൽ മ്യൂസിക്? എന്തിനാണ് അതിൽ FM റേഡിയോ? ഹലോ ഞാനിവിടെ ഉണ്ട്, സുഖാണ് എന്ന് പറഞ്ഞാൽ പോരെ? അതിന് 500, 750 രൂപയുടെ ഫോൺ വാങ്ങിക്കൊടുത്താൽ പോരെ അത്യാവശ്യമെങ്കിൽ? പിന്നെ ആര് വാങ്ങിക്കൊടുത്തു? നമ്മുടെ പൊന്നോമന മക്കൾക്ക് ഇത്തരം മൾട്ടിമീഡിയ ഫോൺ രക്ഷിതാക്കൾ തന്നെയാണ്. ആര് സൗജന്യമായി കൊടുത്താലും അതിന്റെ ഉത്തരവാദിത്വം ഈ രക്ഷിതാക്കൾക്ക് തന്നെയാണ്. എന്നിട്ടോ ഇവരിതുകൊണ്ട് ചെയ്യുന്നത് എന്താണ്? ഓക്കെ, അതിന്റെ ഒരു ചെറിയ അനുഭവ കഥ തന്നെ പറയാം. ഒരു ദിവസം എന്റെ കടയിൽ ഒരു സുഹൃത്ത് വന്നൊരു മൊബൈൽ ഫോൺ ഏൽപ്പിച്ചു. 18 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, ദീനിയായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന നല്ലൊരു ദീനിയായ കുട്ടി വന്നിട്ട് പറയാ എന്റെ മൊബൈൽ കേടായിട്ടുണ്ട്, ഒന്ന് റിപ്പയർ ചെയ്യണം. ആയിക്കോട്ടെ മോനെ, ഞാൻ റിപ്പയർ ചെയ്തു തരാം, നീ നാളെ വാ. സോറി സാർ, നാളേക്ക് പറ്റൂല, ഇന്ന് വേണം. ആയിക്കോട്ടെ, നീ വൈകുന്നേരം പോരെ. സോറി, വൈകുന്നേരം പറ്റൂല, ഇപ്പൊ തരണം.
എന്താ അത് ഇപ്പൊ തരണം, ഇപ്പൊ കിട്ടണം. ശരി, നീ അവിടെ ഇരിക്കൂ, ഞാൻ ഇപ്പോൾ തരാം. പറ്റൂല, എന്റെ മുമ്പിൽ വെച്ച് റിപ്പയർ ചെയ്യണം. ഇത് വല്ലാത്ത വാശിയാണല്ലോ. അതെന്താന്ന് ചോദിച്ചു. അതിൽ കുറച്ച് പ്രധാനപ്പെട്ട ഡാറ്റകൾ ഉണ്ട് എന്നാണ് അവൻ പറഞ്ഞു. ഡാറ്റ എന്ന് പറഞ്ഞാൽ വിലപ്പെട്ട രേഖ. മോനെ, രേഖയൊന്നും ഞങ്ങൾ എടുക്കൂല, നിങ്ങൾ എടുക്കാനോ എടുത്തോണ്ടൊന്നുമല്ല, നിങ്ങൾ അത് ഇപ്പൊ ശരിയാക്കി ഇപ്പൊ കിട്ടി തരണം. അങ്ങനെ ഓണാക്കി നോക്കുമ്പോഴാണ്, റേഡിയോ ആയി നോക്കുമ്പോഴാണ്, സുബ്ഹാനല്ലാഹ്, എനിക്കിവിടെ പറയാൻ പറ്റൂല, മറ്റേ ചിത്രങ്ങളായിരുന്നു. അതും അഭിനയിച്ച ചിത്രങ്ങളല്ല, ഒറിജിനൽ കുടുംബത്തിന്റെ ചിത്രങ്ങൾ. എന്നാൽ കേൾക്കണോ മറ്റൊരു കഥ. ഇങ്ങനെ കേടുവന്ന ഫോണുകൾ എത്ര മായ്ച്ചാലും ഇത്തരം ചിത്രങ്ങൾ ഈ മൊബൈലിൽ നിന്ന് മായുന്നില്ല എന്ന് പാവങ്ങളായ ഈ കുട്ടികളും വലിയവരും അറിയുന്നില്ല. പണ്ട് കാലത്തൊക്കെ ഒരു ക്യാമറ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഇതിൽ നിന്നൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോകും ലാബിലേക്ക്, അത് മറ്റൊരാളെ മുഖത്തേക്ക്. അതുകൊണ്ട് നമ്മൾ വൃത്തികെട്ട ഫോട്ടോ എടുക്കൂല, കാരണം ഇത് വേറൊരാൾ കാണും. 5-10 ലക്ഷം രൂപ കൊടുത്ത് ഒരിക്കലും ഒരു ലബോറട്ടറി മെഷീൻ നമ്മുടെ സ്വന്തം വീട്ടിൽ പണിയൂല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇത്തരം ഫോട്ടോ എടുക്കൂല. കൊടാക്ക് പോലുള്ള നല്ല ഫിലിം വാങ്ങി അടിക്കും, കൊണ്ടേ കൊടുക്കും, അത് വാഷ് ചെയ്യും. അപ്പോ എല്ലാവരും കാണുന്ന ഫോട്ടോയെ നമ്മൾ എടുക്കൂ. ഇപ്പോ അതൊക്കെ കഴിഞ്ഞില്ലേ. സ്വന്തം ഫോട്ടോ എടുത്ത് സ്വന്തം നോക്കാം, ആരാന്റെ ഫോട്ടോ എടുത്ത് സ്വന്തം നോക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പൊ കുടുംബിണികളും അല്ലാത്തവരും ചെയ്യുന്ന ഒരു നമ്പറാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് മൂക്കത്ത് വിരല് വെച്ച് ഒന്ന് ചിന്തിക്കുക, എത്ര നാണം കെട്ട ഏർപ്പാടാണിതെന്ന്. സ്വന്തം ഫോട്ടോ എടുക്കും, നോക്കും, ഭാര്യ നോക്കും, ഭർത്താവ് നോക്കും, കുട്ടികൾ നോക്കും, അല്ലെ സുഹൃത്തുക്കളൊക്കെ നോക്കും, അങ്ങോട്ട് മയ്ക്കും. രസാണ്. കാരണം അഭിനയിച്ചത് കാണാൻ ആൾക്കാരില്ല, ഒറിജിനൽ കാണാനാണ് അത്ര ആൾക്കാര്. ഏതോ ആവട്ടെ, അവര് നോക്കും, മായ്ക്കും. ഭയങ്കര സന്തോഷമായി, കാരണം കണ്ടല്ലോ ഞാൻ എന്റെ സ്വന്തം ചിത്രം. ഒരു കുട്ടി എന്നോട് കുട്ടിയല്ല, ഒരു യുവാവ് പറയുന്ന ഒരു ഉത്തരാണിത്. എന്താണ് ഇങ്ങനെയൊക്കെയെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എന്റെ സുഹൃത്ത് പറഞ്ഞു എന്നോട്, ആരാന്റെ ചിത്രങ്ങൾ കാണുന്നതിലും ശരിയല്ലേ മാഷേ ഈ അവനാന്റത് കാണുന്നത്. ഞാൻ യെസ് എന്ന് പറയാൻ എനിക്ക് വയ്യ, നോ എന്നും പറയാം, അത്ര ഇൽമ എനിക്കില്ലാത്തതുകൊണ്ട്. ആരാന്റെ അഭിനയിച്ച് കാണുന്ന അത് വലിയ ഹറാമല്ലേ. അപ്പൊ അത്ര തെറ്റുണ്ടാവില്ലല്ലോ. അവനാന്റത് കണ്ടാൽ നമ്മൾ ഈ വെറുതെ എന്തിനാ അതൊക്കെ കാണാൻ പോകണു, അവനാന്റെ അതിന് വേണ്ടിയിട്ടാണ് എടുത്തത്. ശരി, അതുകൊണ്ടോട് ഒരു ഉത്തരാ ഞാൻ പറഞ്ഞത്. മോനെ, എന്നിട്ട് നീ എന്ത് ചെയ്തു? അത് മായ്ച്ചു, ആരും കാണുന്നില്ല. പഠിച്ചോന്റത് ഞാൻ മാറ്റി വെച്ചിട്ടോ, ആരും കാണുന്നില്ല. പഠിച്ചോൻ കാണുന്നുണ്ട്, നമുക്ക് സംശയമൊന്നുമില്ലല്ലോ. ആരും കാണുന്നില്ല. ഞാൻ പറഞ്ഞേ എല്ലാരും കാണുന്നുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചു. അത് മായ്ച്ചാ മോനെ അത് മായൂല. ഈ ഫോണ് മായ്ച്ചു കഴിഞ്ഞ് നീ ഒരു പഴയ വിലക്കതൊരു കടക്കാരനോ വേറൊരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ കിട്ടിയ ആൾക്ക് ഒരു പ്രത്യേക പ്രോഗ്രാം ഉപയോഗിച്ച് അതിലെ മുഴുവൻ ഫോട്ടോയും തിരിച്ചെടുക്കാൻ പറ്റും. അതിന്റെ പ്രോഗ്രാം ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എത്ര വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു മായ്ച്ച് ഫോർമാറ്റ് ചെയ്ത ഫോട്ടോയും അതിന്റെ ടെലിഫോൺ നമ്പറും അതിലെ മുഴുവൻ രേഖകളും ഒരു IT വിദഗ്ധന്റെ അടുത്ത് കിട്ടിയാൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഇന്ന് IT പ്രൊഫഷണൽ ആൾക്കാര്, കമ്പ്യൂട്ടർ വിദഗ്ധർ ചെയ്യുന്നത്, അഭിനയിക്കാത്ത ഒറിജിനൽ കുടുംബത്തെ ഫോട്ടോ ഏത് മൊബൈൽ ഫോണിലാണ് ഒളിഞ്ഞു കിടക്കുന്നത് എന്ന് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെടുത്തുകൊണ്ട് ഇന്റർനെറ്റിൽ $10 വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വാങ്ങാനും വിൽക്കാനും ആയിരക്കണക്കിന് ഏജൻസികൾ ഇന്ന് ഇന്റർനെറ്റിൽ ഒഴുകി നടന്നുകൊണ്ടിരിക്കുകയാണ്. അഭിനയിച്ചതല്ല ഒറിജിനൽ ചിത്രങ്ങൾ. അഭിനയിച്ചതിന് പൈസ കിട്ടൂല, അത് വെറുതെ കിട്ടും. നിങ്ങൾക്കിപ്പോ മനസ്സിലാകുന്നുണ്ടാവും ഇതിന്റെ ഡേഞ്ചർ എത്ര വലുതാണ്. എത്ര മായ്ച്ചാലും ഇത് മായുന്നില്ല, ഒരിക്കലും മായൂല. ഇനി എന്ത് ചെയ്യും? ഈ ഫോട്ടോ ഈ കുട്ടി പിറ്റേ ദിവസം ഈ യുവാവായ ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്ന് കരയാ, എന്തേ എന്റെ കുടുംബം കുട്ടിച്ചോറായല്ലോ, എന്തേ ആ ഫോണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരാൾക്ക് വിറ്റു, അവനതെന്ത് ചെയ്തു എനിക്കറിയില്ല. എന്നാ അതൊക്കെ ഇന്റർനെറ്റിൽ ഉണ്ടാവും, www. എന്റെ പേരടിച്ചു നോക്കാൻ എനിക്ക് കാണാൻ പറഞ്ഞു. ഞാൻ വേറെ എന്താനോട് പറഞ്ഞു കൊടുക്കുക, അടിച്ചാ കിട്ടും, ഉറപ്പാണ് കിട്ടും. ഒരുപാട് സൈറ്റുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഇപ്പൊ സൂക്ഷിക്കേണ്ടത് പടച്ചോൻ കാണും എന്നല്ല പേടിക്കേണ്ടത്. ഇനി പടച്ചോൻ എന്തായാലും കാണും, അതിൽ സംശയമൊന്നുമില്ല. പടപ്പുകൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു ഹോട്ടലിൽ ക്യാമറ വെച്ചിട്ട് ഒരു തമാശ വന്നതാ. ഒരു പെണ്ണ് പറഞ്ഞത്രേ, ചേട്ടാ എനിക്കൊന്ന് മൂത്രമൊഴിക്കണം. അപ്പൊ പറഞ്ഞു, എടി നീ അവിടെ എവിടെയെങ്കിലും ആ റോഡ് സൈഡിൽ പോയി ഇരുന്ന് ഒഴിക്കും. അയ്യോ ചേട്ടാ അതെന്തൊരു വൃത്തികേടാണ്, ഹോട്ടൽ റൂമിൽ എടുക്ക്, അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റിൽ പോകണം. ടോയ്ലറ്റിൽ പോയാൽ ജനകോടികൾ കാണും. ഈ ഫുട്പാത്തിൽ മൂത്രമൊഴിച്ചാൽ അതിൽ കൂടെ പോണ 10-50 ആൾക്കാരെ കാണുള്ളൂ, അതുകൊണ്ട് ഇവിടെ നിന്ന് ഒഴിച്ചോ. നല്ല തമാശ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ സുഹൃത്തിനോട് പറഞ്ഞു, മോനെ പടച്ചോൻ ഇതൊക്കെ കാണും എന്നുള്ളത് ഇനി മറന്നേക്ക്, ഞാനും എനിക്കും മറക്കാം. എന്നാൽ ജനകോടികൾ ഇത് കാണുന്നുണ്ട്, എന്നെ വിറ്റവര് കാശുണ്ടാക്കുന്നുണ്ട്. നീ ഒന്ന് പരിശോധിച്ച് നോക്ക്, നിന്റെ തലയെങ്ങാനും ഇന്റർനെറ്റിലെ ഇത്തരം ഫിലിമിലൂടെ ഒളിഞ്ഞു നടക്കുന്നുണ്ടോ എന്ന്.
സുഹൃത്തുക്കളെ, ഇവിടെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണിത്. ഇത്തരം ഫോട്ടോ എടുത്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ മൊബൈൽ ഫോൺ ഇവിടെ വായിരുന്നുകൊണ്ടിരിക്കുന്നത്. തീർന്നിട്ടില്ല, ഞെട്ടിക്കണ പുതിയ കഥയും കൂടി കേട്ടോളി. ഈ ക്യാമറ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നിൽക്കുന്നത് 3ാം തലമുറ എന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പൊ 3G എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1ാം തലമുറ എന്ന് പറയുന്നത് 1986 മാർട്ടിൻ കൂപ്പർ കണ്ടുപിടിച്ച 1.5 കിലോ വെയിറ്റ് ഉള്ള വലിയൊരു ഫോണ്. ക്യാമറ ഇല്ല, ഒന്നുമില്ല. ഹലോ, ഇവിടെ സുഖം അവിടെ സുഖമാണ്, അത്രേ ഉള്ളായിരുന്നു 1ാം തലമുറ. 2ാം തലമുറ വന്നു. കളർ ഡിസ്പ്ലേ, എഴുത്തും വായനയൊക്കെ കാണാനും കേൾക്കാനും പറ്റുന്ന മൾട്ടി കളർ സംവിധാനങ്ങൾ. 2.5 തലമുറ വന്നു, ക്യാമറയോടുകൂടി വന്നു. 3ാം തലമുറ കണ്ടു, വീഡിയോ കോൺഫറൻസിലൂടെ ദൂരവൈക്കുള്ള ആളുകളെ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന സാങ്കേതിക വിദ്യ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഇനി ഇതാ വരുന്ന 3.5 തലമുറ. TV ചാനലുകളും വീഡിയോയും ബ്ലൂവും നീലും ചുവപ്പും പച്ചയൊക്കെ ചാനൽ 25, 30, 50 ചാനലുകൾ ഇന്ന് മൊബൈൽ ഫോണിലെ ഡൽഹിയിലെ പല കമ്പനിക്കാരും കുട്ടികൾക്ക് സൗജന്യമായി കൊടുത്തു തുടങ്ങി. 3.5 തലമുറ എന്ന് പറയുന്ന സാധനത്തില് എല്ലാ ചാനലും ചാനലൊക്കെ സൗജന്യമാക്കി. എന്തിന്? മൊബൈൽ കൂടുതൽ വിൽക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് പറയുമ്പോ മൊബൈൽ വിൽക്കുന്ന ആളാ, എന്റെ കച്ചവടം പോകും. പക്ഷെ ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമല്ല. 3.5 തലമുറയിൽ ഇത്തരം ചിത്രങ്ങളും ഫിലിമുകളും വന്നു കഴിഞ്ഞു. ഡൽഹിയിലെ പല ഭാഗത്തും ഇത്തരം ചാനലുകൾ ഓടിത്തുടങ്ങി. പല രാജ്യത്തും പല സ്റ്റേറ്റിലും ഇത് ഓടിത്തുടങ്ങി. പല വേണ്ടാത്ത ചിത്രങ്ങളും സൗജന്യമായി. കുട്ടികൾ നല്ല രസമായി ഇത് വാങ്ങും. സൂക്ഷിക്കുക, ഉമ്മമാര് സൂക്ഷിക്കുക. തീർന്നില്ല. 3.5 തലമുറ കഴിഞ്ഞ് 4ാം തലമുറയിലേക്കാ വരുന്നത്. ചൈനയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു, യൂറോപ്പിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. എന്ത്? ഇരുട്ടത്ത് ഫോട്ടോ എടുക്കുന്ന ക്യാമറ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നൈറ്റ് വിഷൻ ക്യാമറ, വെളിച്ചൊന്നും വേണ്ട ഇനി ഫോട്ടോ എടുക്കാൻ. തീർന്നില്ല. 5ാം തലമുറ ജപ്പാനിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ആ ക്യാമറയും ഈ മൊബൈൽ ഫോണിൽ വരുന്നു. എങ്ങനെ? ഒരു ചുമരിന്റെ അപ്പുറത്തുള്ള ഫോട്ടോ ഈ ചുമരിന്റെ ഇപ്പുറത്ത് നിന്ന് എടുക്കാം. അത്ഭുതപ്പെടണ്ട. മറഞ്ഞ കാര്യങ്ങളെ പടപ്പിലൂടെ നമ്മെ കാണിച്ചു തരുന്ന, എത്ര മറഞ്ഞാലും കാണാൻ പറ്റുന്ന ഇതാ പടച്ചോൻ തന്നെ ഇവിടെ തെളിയിച്ചു. ചുമരിന്റെ അപ്പുറത്തുള്ള ഫോട്ടോ 5ാം തലമുറ എന്ന് പറയുന്ന ഗാമ ടെക്നോളജിയിലൂടെ എക്സ്റേ ഒക്കെ പോയി. എക്സ്റേ പോയി, ഇപ്പൊ എക്സ്റേ അല്ല, ഗാമ റേസ് ആണ്. ഗാമ റേ എന്ന് പറയുന്ന ടെക്നോളജിയിലൂടെ 1 മീറ്റർ ഘനമുള്ള ഒരു ചുമരിന്റെ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തെ ഫോട്ടോ, കിടന്നുറങ്ങുന്നതോ ഇരിക്കുന്നതോ അല്ലാത്തതോ ആയ ഫോട്ടോകൾ എടുക്കാനുള്ള ക്യാമറ കണ്ടുപിടിച്ചു കഴിഞ്ഞു 5ാം തലമുറയിലെ മൊബൈൽ ഫോണിൽ. അതും ഇതാ വരുന്നു. അല്ല, വന്നു കഴിഞ്ഞു. ഒരുപാട് രാജ്യങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട്. ഇന്ത്യയും എതിർക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എതിർത്ത സാധനങ്ങളാണ് ഇവിടെ ചെറപറ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ വരിക. അനുവദിച്ച സാധനങ്ങൾ ഒരു പരിധി വരെ വരൂ. കാരണം അനുവദിക്കാത്ത സാധനങ്ങൾ വിൽക്കുമ്പോഴേ കൂടുതൽ ലാഭം കിട്ടുക. അതുകൊണ്ട് അതായിരിക്കും ഇനി കൂടുതൽ മാർക്കറ്റ് ഉണ്ടാവുക, അതായിരിക്കും ആളുകൾ വിൽക്കുക. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ 5ാം തലമുറ ഫോൺ വരും, തീർച്ചയാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ നാടിന്റെ പോക്കെ എടുക്കാണെന്ന്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇനി എന്താ ചെയ്യുക? ഇതിനൊക്കെ ഒരു മറുപടിയായി അല്ലെങ്കിൽ നമ്മൾ എന്ത് കരുതിയിരിക്കണം എന്നാണ് അടുത്ത നമ്മുടെ അവസാനത്തെ കൺക്ലൂഷൻ. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നുണ്ട്. പല ക്യാമറ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ, പ്രത്യേകിച്ച് സ്ത്രീകൾ, പുറത്തു പോകുന്ന സ്ത്രീകളാണ്. ഒരല്പം മുൻകരുതലുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ മാനം കാക്കാൻ പറ്റും. ഇതാണ് ഒരു ക്യാമറയുടെ ഒരു ചിത്രമാണ്. ഒരു വടി പോലെ നിൽക്കുന്ന ആ സ്റ്റിക്ക് എന്ന് പറയുന്നത് ഒരു വീഡിയോ ക്യാമറയാണ്. അത് ഒരു ചെറുവിരലിന്റെ വലിപ്പേ ഉള്ളൂ കേട്ടോ. ആ കാണുന്ന വലിപ്പമൊന്നും അതിനില്ല. ക്യാമറയുടെ പ്രത്യേകത, ഇതിന് മൊബൈലോ കമ്പ്യൂട്ടറോ ഒന്നും വേണ്ട. ഏതെങ്കിലും ഒരു കോണിൽ ഒളിപ്പിച്ചു വെച്ചാൽ വെളിച്ചമില്ലാത്ത ഇരുട്ട് റൂമിലെ കളർ ചിത്രങ്ങൾ എടുത്ത് 1 മാസം തുടർച്ചയായി റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വീഡിയോ റെക്കോർഡറാണ് ആ കാണുന്നത്. 1 മാസം തുടർച്ചയായി 24 മണിക്കൂർ പെർ ഡേ ഇൻറ്റു 30 ഡേ എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് മണിക്കൂറുകൾ തുടർച്ചയായി രാവും പകലും വെളിച്ചമുണ്ടെങ്കിലും വെളിച്ചമില്ലെങ്കിലും അവിടുത്തെ ശബ്ദങ്ങളും വീഡിയോ ചിത്രങ്ങളും കളറും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ക്യാമറ. ഇതിന്റെ വില കേൾക്കുമ്പോ നിങ്ങൾ ഒരു പക്ഷെ ഞെട്ടും. എന്തേ, കോടിക്കണക്കിന് ഉറുപ്പിയായിരിക്കും? അല്ല, വില എത്രയെന്നറിയോ? 500 രൂപ മുതൽ 1000 രൂപ വരെ. ചൈന സാങ്കേതിക വിദ്യ അത്രയും വലുതായി, വില അത്രയും ചീപ്പാ. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കുന്ന ടിപ്പ് എന്ന് പറയുന്ന 50 രൂപ 100 രൂപ നിങ്ങൾ കൊടുത്താൽ മതി, അവരിതൊക്കെ വാങ്ങിക്കോളും. ഇത് അറിഞ്ഞിട്ടില്ല അവര്. സത്യത്തിൽ ഇതൊന്നും പറയാൻ പാടില്ല, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. സ്റ്റേഷനിൽ വെച്ച് അവരുടെ ആ ഹാളിൽ വെച്ച് എന്നെ വിളിച്ചപ്പോ ഞാൻ ഈ കഥ പറഞ്ഞപ്പോ, ഈ കഥകളും ഈ ചരിത്രങ്ങളും സയൻസൊക്കെ അവിടെ പറഞ്ഞപ്പോ കമ്മീഷണർ വിളിച്ച് പറയാണ്, പൊന്നര ഹംസ, ഇത് നീ പബ്ലിക്കിനോട് പറയരുത് കേട്ടോ. അയാൾ പറയുന്നത് എന്തുകൊണ്ടാണ്? കള്ളന്മാർ കൂടുമെന്നാണ്. പക്ഷേ ഇത് ഞാൻ പബ്ലിക്കായിട്ടല്ല, നമ്മുടെ കുടുംബങ്ങളാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല.
ഇതൊരു പബ്ലിക്കിൽ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടുണ്ടോ? ഇല്ലേ, ഇല്ല. കാരണം കള്ളന്മാരുണ്ടാവുമല്ലോ പബ്ലിക്കിൽ. ഏതായാലും ഈ ഒരു ചെറിയ ചിപ്പ്, ഒരു വിരലിന്റെ അത്രയും വലിപ്പമുള്ള ഒരു ചിപ്പിൽ 30 ദിവസം തുടർച്ചയായ വീഡിയോ കവറേജ് നടത്താൻ പറ്റുമെന്നും അതിന് 1000 രൂപ വിലയുള്ളൂ എന്നും ഏത് കോണിലും ഒളിപ്പിച്ചാൽ കണ്ടുപിടിക്കാൻ സാധിക്കൂല എന്നും തൽക്കാലം മനസ്സിലാക്കുക. അങ്ങനെ പറഞ്ഞപ്പോ ഏതോ ഒരു ISMന്റെ തോന്നുന്ന ഒരു ക്യാമ്പില് കല്യാണം കഴിക്കാൻ പോകുന്ന കുറെ കുട്ടികൾക്ക് ഈ ക്ലാസ് കൊടുത്തപ്പോ ഒരു കുട്ടിയുണ്ട് കരഞ്ഞുകൊണ്ട് എണീറ്റുന്ന്, സാറേ ഇനി എങ്ങനെ ഞങ്ങളൊക്കെ പുറത്തിറങ്ങാം? കരഞ്ഞുകൊണ്ട് ആ കുട്ടി പറഞ്ഞ, ഞാൻ ഉത്തരം ഒന്നേ പറഞ്ഞതുള്ളൂ, പർദ്ദ പോരാ, പർദ്ദക്കപ്പുറം ഇനി കട്ടിയുള്ള എന്തെങ്കിലും ഇരുമ്പ് വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്സിൽ നിർമ്മിച്ച ഇരുമ്പ് വസ്ത്രങ്ങൾ അണിഞ്ഞു വേണ്ടി വരും ഒരു പക്ഷേ സ്ത്രീകൾ പുറത്തിറങ്ങാൻ. ആ കുട്ടിനോട് എനിക്ക് അത്രേ പറയാൻ പറ്റിയതുള്ളൂ. അതെവിടുന്ന് കിട്ടും? അന്ന് ഒരു പാവം ഒരു വേറൊരു ചെറുപ്പക്കാരി, അത് ഇനി കമ്പനികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നാര മോളെ, നീ സമാധാനപ്പെട്, അത്തരം ഡ്രസ്സുകളൊക്കെ ഇറങ്ങും. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ഡ്രസ്സിന്റെയും നമ്മുടെ ഡ്രസ് കോഡും നമ്മുടെ പർദ്ദയും അതും പോരാ എന്ന് മനുഷ്യന്മാർ മനസ്സിലാക്കട്ടെ, നമുക്ക് അഭിമാനിക്കുന്ന കുട്ടിയോട് ഉത്തരം പറഞ്ഞു. ഏതായാലും ഒരുപാട് ക്യാമറകളുണ്ട്. ഇതാണ് നൈറ്റ് വിഷൻ ക്യാമറ. നിങ്ങൾ പല ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ കാണാം ഇങ്ങനെ തിരിയുന്ന ക്യാമറ. ഇതൊക്കെ ലൈറ്റ് ഇല്ലാതെയും വെളിച്ചമില്ലാതെയും പ്രവർത്തിക്കുന്നുണ്ട്. കാരണം കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 30 ദിവസം തുടർച്ചയായി പ്രവർത്തിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കള്ളൻ ഏതെങ്കിലും ഒരു സാധനം അടിച്ചു മാറ്റിപ്പോയാൽ അത് ആരാണെന്ന് വെരിഫൈ ചെയ്യാൻ വളരെ പെട്ടെന്ന് സാധിക്കും. അതുകൊണ്ട് ഒരു നല്ല സാങ്കേതിക വിദ്യയാണ്. പക്ഷേ ഇത്തരം ക്യാമറ കൊണ്ടേറ്റ് കുളിമുറിയിലും കക്കൂസിലും ബെഡ്റൂമിലും ഒളിപ്പിച്ചു വെക്കുമ്പോഴാണ് നമ്മൾ ഇതിനെ മിസ്യൂസ് എന്ന് പറയുന്നത്. അല്ലാതെ ഇതൊരു നല്ലൊരു ആയുധമാണ്, നല്ലൊരു സാങ്കേതിക വിദ്യയാണ്. ഏതൊരു വീട്ടിലും ഇത് അത്യാവശ്യം തന്നെയാണ്. കാരണം അത്രയും കള്ളന്മാർ പെരുകിയിരിക്കുന്നുണ്ട്. എന്റെ വീട്ടിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്റെ വരാന്തയിലൊക്കെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ആരതി കൂടെ പാസ് ചെയ്താലും അതിന്റെ വീഡിയോ ചിത്രം എനിക്ക് പിറ്റേ ദിവസം കിട്ടും. ഒരാൾക്കും അങ്ങനെ ഇതുവരെ എന്റെ വീട്ടിൽ 10 വർഷത്തോളായി ഒരു കള്ളൻ പോലും എന്റെ വീട്ടുമുറ്റത്ത് വന്നിട്ടില്ല. വലിയൊരു അനുഗ്രഹമാണ്. കാരണം എന്തുണ്ടെങ്കിലും അവിടെ കിട്ടും, ഏതുണ്ടെങ്കിലും ഞാൻ അവിടെ പരീക്ഷിക്കും ചെയ്യും. അപ്പൊ ഒരു നല്ലൊരു സാധനമാണ്. പക്ഷെ ഇതെടുത്ത് ഇതിനെ മിസ്യൂസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു കത്തി ഉണ്ടാക്കാനല്ല പ്രശ്നം, ആ കത്തി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴല്ലേ. ആദ്യകാലത്തൊക്കെ നൈറ്റ് വിഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്ന ചിത്രങ്ങളെ കിട്ടി. ഇപ്പൊ കളർ ചിത്രങ്ങൾ, അതൊരു കുറച്ച് പഴയ ചിത്രമാണ്. ഇത്തരം ഡൂമുകളൊക്കെ കാണാൻ ഇങ്ങനെ തിരിയുന്നതായിട്ട്. പക്ഷെ ഈ ക്യാമറ ഏത് ഭാഗത്താണ് നമുക്ക് പറയാൻ പറ്റില്ല. 360 ഡിഗ്രിക്കാണ് തിരിയുന്നത്. സെൻട്രൽ ഒരെണ്ണം വെച്ചാൽ മതി, ചുറ്റുഭാഗത്തുള്ള ചിത്രങ്ങൾ എടുക്കും. കാരണം അതിന്റെ ഉള്ളിൽ ഒരു ക്യാമറ ചുറ്റുന്നുണ്ട്. അപ്പൊ ഏത് ഡയറക്ഷനിലാണെന്ന് പറയാൻ പറ്റില്ല. എവിടത്തെ ഫോട്ടോ ഇതുപോലെ എടുക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ സാറ്റലൈറ്റിലും ഈ ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞു എന്നതിന്റെ ഒറിജിനൽ ചിത്രമാണ്. സാറ്റലൈറ്റ് ഉപഗ്രഹത്തിന്റെ ഒരു ചിത്രമാണ് കാണുന്നത്. അതിലെ ക്യാമറയുടെ ഒരു ചിത്രമാണ് കാണുന്നത്. അങ്ങ് ഭൂമിയുടെ ചിത്രമാണ് കാണുന്നത്. ഭൂമിയുടെ ഏത് പോയിന്റും ഇന്ന് 1 കിലോമീറ്റർ വരെ ആ ക്യാമറ താഴ്ത്താനും സൂം ചെയ്യാനും ചിത്രം എടുക്കാനും ഇതിന് സാധിക്കും. തീർന്നില്ല. ഈ സാറ്റലൈറ്റ് ക്യാമറയിൽ ഗാമ ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്? ഗാമ ക്യാമറയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു. മറഞ്ഞ കാര്യങ്ങൾ ചുമരിന്റെ അപ്പുറത്തെ ചിത്രം എടുക്കാൻ സാധിക്കുമെന്ന്. എന്നാൽ അതാ അങ്ങ് സാറ്റലൈറ്റിൽ ഗാമ ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞു. ബിൽഡിങ്ങിന്റെ ഉള്ളിലുള്ള വസ്തുവിനെ വളരെ കൃത്യമായി ഫോട്ടോ എടുക്കാൻ ഈ ഗാമ ക്യാമറ അങ്ങ് സാറ്റലൈറ്റിൽ നിന്ന് സാധിക്കും. കണ്ണുകൊണ്ട് കാണാനും അത് റെക്കോർഡ് ചെയ്യാനും 18,000 കിലോമീറ്റർ മുകളിൽ ഇരുന്നു കൊണ്ട് ഈ ക്യാമറക്ക് സാധിക്കും. അപ്പൊ ക്യാമറ ഭൂമി തന്നെ വെക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമ്മുടെ റൂമിൽ വെക്കണം എന്ന് നിർബന്ധമില്ല, ബെഡ്റൂമിൽ വെക്കണം എന്നൊന്നുമില്ല. ഏത് ബെഡ്റൂമിൽ ആരെ ഫോട്ടോ എടുക്കണമെന്ന് കമ്പ്യൂട്ടറിനോട് അങ്ങോട്ട് പറഞ്ഞാൽ ഈ സാറ്റലൈറ്റിന്റെ ക്യാമറ ഇറങ്ങി വന്ന് നമ്മെ ചിത്രം എടുത്തിട്ട് തരും. ഇതെന്തിനാണ്? രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി, ഒളിച്ചു കടത്തുന്ന ആയുധങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി, അതുപോലെ വാഹനങ്ങളിലെ ബോംബ് നിരീക്ഷിക്കാൻ വേണ്ടി, ആയുധങ്ങൾ പല ഭാഗത്തേക്കും കൊണ്ടുപോകുന്നത് തടയാൻ വേണ്ടി, വിമാനങ്ങളിലെ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി, യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അതിനാ ക്യാമറ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് എന്താ ഇനി സംഭവിക്കുക? നിങ്ങളിപ്പോ അടുത്ത പത്രങ്ങളിൽ വായിച്ചില്ലേ, ഗൂഗിൾ എർത്ത് എന്ന് പറയുന്ന കമ്പനി എല്ലാ രാജ്യവും ഫോട്ടോ എടുത്തു. നമ്മുടെ പാർലമെന്റ് മന്ദിരവും മക്കയും മദീനയും കഅബയും എല്ലാം എടുത്തു. അമേരിക്കയിലെ വൈറ്റ് ഹൌസും മുഴുവനും ഫോട്ടോ എടുത്തു. ഇന്റർനെറ്റിൽ സൗജന്യമായിട്ട് ഇട്ടു. നമ്മുടെ വീടും കുട്ടികളെ ഫോട്ടോ ഒക്കെ ഉണ്ട് അതിന്റെ അകത്ത്. ഒരുപാട് ചെറുപ്പക്കാര് വീട്ടിലെ ഫോട്ടോ എടുത്തിട്ട് 18ഉം 20ഉം വയസ്സായ പെൺകുട്ടികളുടെ അഡ്രസ്സും ടെലിഫോൺ നമ്പർ വരെ ചേർത്തിട്ടുണ്ട്. മരമണ്ടൂസന്മാർ അവന്റെ വീട്ടിലേക്ക് പോകണ ഗേറ്റൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് വരുന്നത് ഒരു കാര്യം കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. വീട്ടിൽ ഉമ്മയും ഉപ്പയും ഇല്ല, പെൺകുട്ടി മാത്രമേ ഉള്ളൂ, ഒന്നും കൂടി അവിടെ അഡ്രസ്സിൽ എഴുതി വെച്ചേക്ക്. അവരൊക്കെ യാത്ര പോയിട്ടുണ്ട്, ഇപ്പൊ അവളെ ഉള്ളൂ, ഒന്നും കൂടി അതിൽ ടൈപ്പ് ചെയ്ത് കൂട്ടണം. അപ്പൊ വൃത്തിയായിക്കോളും. ഏതായാലും സൂക്ഷിക്കുക. ഇങ്ങനെ ഓരോരുത്തരെയും ഫോട്ടോ എടുത്ത ഇന്റർനെറ്റിൽ, അതും സൗജന്യമായി ഗൂഗിൾ കമ്പനി, നാസ കമ്പനി, അമേരിക്ക കമ്പനി നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. ഇതെന്തിനിങ്ങനെ വെറുതെ തരുന്ന ഇവര്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് സൗജന്യമായിട്ട് ഇങ്ങനെ തരുന്ന എന്തിനു വേണ്ടിയിട്ടാ? അതെന്നെ അത് അടുത്ത് മനസ്സിലായി. നമ്മുടെ പാർലമെന്റ് മന്ദിരം ഫോട്ടോ എടുത്തു. രാഷ്ട്രപതി ഭവൻ വളരെ വ്യക്തമായി ഫോട്ടോ എടുത്തു.
ഈ ഗൂഗിൾ എർത്തിൽ കൊടുത്തു. നമ്മുടെ എതിരാളികൾക്ക് ആ പാർലമെന്റ് മന്ദിരത്തിലേക്ക് കടക്കുന്ന വാതിലുകളുടെ അളവും അതിന്റെ ഡിസ്റ്റൻസും അതിലെ പാറാവുകാരനെയും എല്ലാം അതിനകത്ത് അത് നിരീക്ഷിച്ചുകൊണ്ട് ഇവൻ എപ്പോ കിടന്നുറങ്ങും, ഏത് സമയത്തായിരിക്കും മന്ത്രി അതിന്റെ അകത്ത് ഉണ്ടാവുക, പ്രസിഡന്റ്, എല്ലാ ഡാറ്റയും ഇന്റർനെറ്റില്. അപ്പൊ അത് കണ്ടപ്പോ പറഞ്ഞു, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും അതുപോലെ നമ്മളെ പ്രസിഡന്റൊക്കെ പറഞ്ഞു ഗൂഗിൾ എർത്ത് കമ്പനിയോട് വെരി സോറി, ഞങ്ങളുടെ ഈ പാർലമെന്റ് മന്ദിരത്തിലെ ഈ ഫോട്ടോ ഒക്കെ ഒന്ന് മായ്ച്ചു തരണം, അത് ഞങ്ങളുടെ സെക്യൂരിറ്റിക്ക് ബാധകമാണ്. ശരി, മായ്ച്ചു കളയാം. $... കോടി ഇട്ട് തന്നാ മായ്ച്ചു തരാം. ഒരു പത്രവും അത് വ്യക്തമായിട്ട് എഴുതൂല, കാരണം അത് പാടില്ല. ഇത്ര കോടി ഡോളർ തന്നാ ഞാൻ മായ്ച്ചു തരാം, എടുത്തു തരാന്നല്ല കേട്ടോ, മായ്ച്ചു തരാം. കൊടുത്തു എന്നാ കേൾക്കണേ, എത്ര കൊടുത്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനുശേഷം ഇന്ന് ഇന്റർനെറ്റ് ഒന്ന് മറച്ചു നോക്കൂ, പാർലമെന്റ് ഭവനും രാഷ്ട്രപതി ഭവനും ഒന്ന് എടുത്തു നോക്കൂ, ഇങ്ങനെ ഫെയ്ഡ് ആയിട്ടുണ്ടാവും, ക്ലിയർ അല്ല ഫോട്ടോ ഒന്നും. മക്ക എടുത്ത് നോക്കിയപ്പോ ഒരു വെള്ളപ്പാണ്ട് പൂശിയ പോലെ. മദീന തീരെ ക്ലിയർ ഇല്ല, കഅബയും ക്ലിയർ ഇല്ല, മക്കയും ക്ലിയർ, ഒന്നും ക്ലിയർ ഇല്ല. എല്ലാരുടെ അടുത്തുനിന്നും അവർ വാങ്ങി കാശ്. വൈറ്റ് ഹൗസിലെ ബുഷിന്റെ അടുത്തൊന്നും വാങ്ങി കാശ്, സ്വന്തം തന്തേന്റെ അടുത്തൊന്നും വാങ്ങി കാശ്. വൈറ്റ് ഹൗസും ഇപ്പൊ വെള്ള പൂശിയ പോലെ ആകെ. മൊത്തം വൈറ്റ് ഹൗസ് ആയിക്കണ്, പാർലമെന്റ് മന്ദിരവും കഅബയും വൈറ്റ് ഹൗസ് പോലെ ആയിക്കണ്. ആകെ വെളുത്തിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ച്? അവര് മായ്ച്ചു കളഞ്ഞു, കോടികൾ കൊടുത്തു. അപ്പം അവരുടെ സാങ്കേതിക വിദ്യ, സൗജന്യമായി നൽകിയ സാങ്കേതിക വിദ്യക്ക് പൈസ കിട്ടിയോ? ഒരാളെ ഫോട്ടോ എടുക്കുക, പാടില്ല പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞു, ഇഞ്ഞു മായ്ച്ചാൻ കഴിച്ചുകൊണ്ടാ അറിയാം, പോക്കിരിത്തരെന്ന് പറയാം. ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുക, ചിന്തിക്കാൻ വേണ്ടി പറയാ ഞാൻ. ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, തീർന്നില്ല. ഇനി ഗാമ ക്യാമറയും സ്ഥാപിച്ചു. നിങ്ങൾ എത്ര മായ്ച്ചാലും പിന്നെ എടുക്കും, കാരണം അവരെടുത്തതിന്റെ ഡാറ്റയുണ്ട്, മായ്ച്ചാലും പോവില്ല. അതാണ് ഗാമ ക്യാമറയുടെ ഒരു പ്രത്യേകത. ഗാമ ക്യാമറയുടെ തുടക്കത്തിൽ ഒരു പരീക്ഷണം നടത്തി അങ്ങ് ചൈനയില് ആ ക്യാമറ മൊബൈൽ ഫോണിൽ വന്നു. അതാ ഫോട്ടോ എടുത്ത ചിത്രങ്ങളാണ് കാണുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ. കുപ്പായം തുണിയൊന്നും കാണൂല, വ്യക്തമായി ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞു. ഞാൻ തെളിവിന് വേണ്ടി മാത്രം കൊടുത്തതാണ്, അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടാവില്ല ഇന്നത്തെ ജനങ്ങൾക്ക്. ഇത് എത്ര പറഞ്ഞാലും അതൊക്കെ ഇപ്പൊ രാജ്യത്തുണ്ടാവുമോ? എന്റെ സുഹൃത്തുക്കൾ വരെ ചോദിച്ചതാണ്. ഒരു ദിവസം രണ്ടത്താണില്ല എന്റെ ഒരു സുഹൃത്ത് എന്റെ ബ്രിഡ്കോ ഓഫീസിൽ എന്റെ കടയിൽ വന്നിട്ട് പറഞ്ഞു, ഹംസനാള് ഭയങ്കര പ്രസംഗം നടത്തി അവിടെ, അതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളല്ലേ. ഉടനെ എന്റെ ഒരു സ്റ്റാഫ് ആ കാറിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, എന്നാ അവിടെ ഇരിക്കുകയും പിടിച്ചോ, കണ്ടോ ഇതിപ്പോ അവിടെ നടക്കുന്ന സാധനം, ഇത് ഇവിടെ നടക്കുന്ന സാധനം, ഇത് ഇപ്പുറത്ത്, ഇത് രണ്ടത്താണി ഉത്തരത്താണി, ഇത് അമേരിക്കയാണ്, ഇത് കണ്ട അപ്പൊ ഉണ്ടല്ലേ, കണ്ടാലേ ബോധ്യമുള്ളൂ. അതിന് കൊടുന്നതാണ് ഈ ചിത്രങ്ങള്. ഇതാ ചൈനയിലെ ഒരു ക്യാമറയിൽ അത് സ്ഥാപിച്ചു കഴിഞ്ഞു. കുപ്പായം തുണിയൊന്നും ഇല്ലാത്ത ഫോട്ടോ എടുക്കാൻ അവർ പരീക്ഷിച്ചു കഴിഞ്ഞു. പക്ഷെ ഉടനെ തന്നെ ചൈന പറഞ്ഞു, സോറി, ആ സാങ്കേതികത നമുക്ക് വേണ്ട, 4ാം തലമുറയിൽ അത്തരം ക്യാമറ വേണ്ട എന്നവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേണ്ടാന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ അത് വരും. നമ്മുടെ കൊച്ചുമക്കളെടുത്ത സാധനം ഇപ്പൊ തന്നെ ഉണ്ടായിരിക്കും, നിങ്ങൾ സൂക്ഷിക്കുക. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ ഇപ്പൊ എന്താ ചെയ്യാന്നൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടോ? നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഗാമ ക്യാമറ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എല്ലാ എയർപോർട്ടിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാട്ടിൽ കോഴിക്കോട് എയർപോർട്ടിൽ വരെ. കളർ ചിത്രം, കുപ്പായ തുണിയൊക്കെ ഇട്ടാലും ആ ക്യാമറയിൽ ഫോട്ടോ എടുത്താൽ ഫുള്ള് നഗ്നമായ ചിത്രങ്ങൾ കിട്ടും. പക്ഷേ മനുഷ്യരെ നേരക്ക് ആ ക്യാമറ തുറന്നു വെച്ചിട്ടില്ല. പകരം നമ്മുടെ ലഗേജുകളും സൂട്ട് കേസിലെ സ്കാൻ ചെയ്യുന്ന ഒരു സ്കാനിംഗ് ഉപകരണം, വിദേശത്ത് പോകുന്ന എയർപോർട്ടിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാകും. നമ്മുടെ ലഗേജ് ഒരു സ്കാനർ ബോക്സിലേക്ക് കൊടുക്കും, എക്സറ എന്ന് പറയും. എക്സറ എന്ന് പറയുന്നത് പണ്ടാട്ടോ, ഇപ്പൊ എക്സറ ഇല്ല, ഗാമ റേസ് എന്ന് പറയേണ്ടത്. പണ്ടങ്ങനെ പറയാ, പണ്ട് ഒരു കഥ പറയണം, നായി ദൂരയിലും പട്ടി ദൂരയിലും നായിക്കാട്ടെന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ എല്ലാം ഇങ്ങനെ എക്സറ ചെയ്തെന്ന്, എക്സറ അല്ല, ഇപ്പൊ ഗാമാറയാണ്. എത്ര ഒളിപ്പിച്ച പെട്ടിന്റെ അകത്ത് ഉള്ളിന്റെ ഉള്ളിലെ കറുത്ത വയറാണോ മഞ്ഞ വയറാണോ, അത് ലിക്വിഡാണോ, അത് ദ്രാവക വസ്തുവാണോ ഘനമുള്ള വസ്തുവാണോ എന്ന് വളരെ വ്യക്തമായി കാണാനും വീഡിയോ അത് പരിശോധിക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് ഈ സ്കാനർ എന്ന് പറയുന്ന. സ്കാൻ ചെയ്യാന്ന് പറയില്ലേ, എക്സ്റേ ചെയ്തോന്ന് ചോദിച്ചില്ലേ ആ മെഷീന്റെ ഉള്ളില്. ഇതെങ്ങനെ സാധിച്ചു? ഒരു പെട്ടിയിൽ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചൊരു ക്യാമറ കൊണ്ട് ഉള്ളിലത്തെ ഫോട്ടോ എടുത്ത് കാണിച്ചെന്നില്ലേ? നിങ്ങൾ പോകുമ്പോ ആ പോലീസുകാരന്റെ കമ്പ്യൂട്ടറിന്റെ ഭാഗത്തേക്ക് ഒന്ന് കടന്നു നോക്കൂ, സാർ എന്റെ ബോക്സിന്റെ അകത്ത് എനിക്കൊന്ന് കാണണം എന്താ പറയുക, ഒരു തടയൊന്നുമില്ല. ഞാൻ നോക്കാറുണ്ട്, ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അവരിങ്ങനെ സൂം ചെയ്യും, ഓരോ പെട്ടി പീസാക്കും അവരെന്നിട്ട്. ഒരു പെട്ടിന്റെ ഉള്ളിലെ പെട്ടിയൊക്കെ ഒരു തുറക്കണി ഞാൻ കണ്ടു. എന്റെ ബോക്സിന്റെ അകത്ത് വേറൊരു പെട്ടി ഉണ്ടായിരുന്നു, അത് മൂടി തുറക്കുന്നത് ഞാൻ കണ്ടു. അവർ തുറന്നു, കമ്പ്യൂട്ടറോ തുറന്നു, പക്ഷെ ഉള്ളു തുറക്കൂല, ചിത്രമാ തുറന്നത്. നോക്ക് നിങ്ങൾ എത്രമാത്രം നമ്മുടെ സാങ്കേതിക വിദ്യ പുരോഗമിച്ചിട്ടുണ്ട്. പെട്ടിന്റെ ഉള്ളിലെ ഓരോ ലയറുകളും വേറെ വേറെ ആക്കി. ഞാനൊരു ബോക്സിൽ കുറെ പാർട്സുകൾ ഇട്ടിരുന്നു. സംശയം വന്ന ചൈനയിൽ നിന്ന് വരുന്ന എന്നെ സംശയം വന്ന പെട്ടി ഒന്നും കൂടി പരിശോധിക്കണം എന്ന് പറഞ്ഞ് അയാൾ ഒന്നും കൂടി പരിശോധിച്ചു. ഈ സാധനം എന്താ? അതെടുത്ത് അതിന്റെ ഉള്ളിൽ തുറന്നിട്ട് ചോദിച്ചു, ഇതെന്താ സാറേ? അതിന്റെ ഉള്ളിലത്തെ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ പവർ വേണ്ടതിന്. അതിനെന്താ ട്രാൻസ്ഫോമറിന്റെ ഷേപ്പ് ഇങ്ങനെ? ഓർക്ക് വിവരമുണ്ട്, നല്ല വിവരമുണ്ട്, പാർട്സിനെ കുറിച്ച് വരെ വിവരമുണ്ട്. അതെന്താ ഇങ്ങനെ? അപ്പൊ എന്താണ് അത് അങ്ങനെ ചോദിച്ചപ്പോ ഞാനത് പാക്ക് ചെയ്ത ഷേപ്പ് അങ്ങനെ ആയിപ്പോയതാ.
അവസാനം തുറന്നങ്ങോട്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ടാ ബോധ്യമായത്. അപ്പം അതെങ്ങനെ സാധിച്ചു? ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചത് പുറത്ത് 2 ക്യാമറ വെച്ചുകൊണ്ട് മുഴുവനും കളറായി പുറത്തേക്ക് കാണാൻ സാധിച്ചു. അപ്പൊ ക്യാമറ കണ്ടുപിടിക്കാണ്ട് എന്നല്ല, കണ്ടുപിടിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യന്റെ മേത്തേക്ക് അത് വെച്ചിട്ടില്ല. ഇന്ത്യയിൽ അത് അംഗീകരിച്ചിട്ടില്ല. UK ലണ്ടനിൽ അത് അംഗീകരിച്ചു. ഏതൊരു മനുഷ്യനും അതിലൂടെ പാസ് ചെയ്യണമെങ്കിൽ ആണായാലും പെണ്ണായാലും അവരുടെ മുഴുവൻ ചിത്രങ്ങൾ എടുക്കും, കുപ്പായത്തോടെ ഇല്ലാതെ എടുക്കും. എന്നിട്ട് ഡിസ്പ്ലേയിലിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും, ഇതിന്റെ ഉള്ളിൽ എന്തേണ്ടോ മുഴുവൻ അനലൈസ് ചെയ്യും, സ്കാൻ ചെയ്യും. ഓരോ ദ്വാരവും അവൾ അളക്കും, അതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഏതോ ഒരു സിനിമാ നടൻ അമേരിക്കയിൽ പോയി തിരിച്ചു വന്നപ്പോ ഷാറൂഖ് ഖാനാ തോന്നുന്നു, ഷാറൂഖ് ഖാനെ ഫോട്ടോ എടുത്തു, നഗ്നമായ ഫോട്ടോ എടുത്തു. അദ്ദേഹം അത് കണ്ടപ്പോ അയ്യേ അത് വൃത്തികേടാ, അങ്ങനത്തെ ഫോട്ടോ എടുക്കാൻ എനിക്ക് ഇഷ്ടമല്ലാറ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ എടുക്കും, ഞങ്ങളുടെ ഓർഡറാണ്, ഞങ്ങളുടെ ഗവൺമെന്റ് നിയമമാണ്, അത് എടുത്തേ പറ്റൂ. അപ്പൊ എല്ലാരും ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് നിയമം. എന്തിനു വേണ്ടി? അവർക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടി. ഇതുപോലെ തോക്കുകളൊക്കെ അരേന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇത്തരം ക്യാമറ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതും മിസ്യൂസ് ചെയ്യൂലേ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. CT സ്കാൻ, MT സ്കാൻ, CST സ്കാൻ എന്നൊക്കെ പറയുന്ന വലിയ വലിയ കമ്പ്യൂട്ടറൈസ്ഡ് സ്കാനിൽ നമ്മൾ ഇങ്ങനെ മലർന്നു കിടക്കും, മുഴുവൻ ഫോട്ടോ എടുക്കും. പക്ഷെ അത് ചികിത്സക്ക് വേണ്ടിയിട്ടാണ്. നിവൃത്തില്ല അല്ലേ? അത് ഡോക്ടർ ആണാവട്ടെ പെണ്ണാവട്ടെ നിവൃത്തില്ല, അത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ക്യാമറയും ചിലതൊക്കെ ഗാമ എന്ന ടെക്നോളജിയിലാണ് പ്രവർത്തിക്കുന്നത്. അത് ഡ്രസ് ഇട്ടാലും ഡ്രസ്സില്ലെങ്കിലും ഉള്ളും വയറിന്റെ ഉള്ളിലും കുടലും ലിവറും കിഡ്നിയും ഒക്കെ കിട്ടും. ഹാർട്ടോ അതിന്റെ എല്ലിന്റെ ഭാഗം ഒന്നും ഒരു വിഷയമല്ല. എക്സ്റേനേക്കാളും അഡ്വാൻസ്ഡ് ആണ് ആ ഗാമ റേ എന്ന് പറയുന്ന ടെക്നോളജി. അതുകൊണ്ട് അതൊക്കെ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വീഡിയോ ചിത്രങ്ങളാക്കി ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു CD ഒക്കെ അങ്ങോട്ട് തരും. ദാ നിങ്ങളുടെ കിഡ്നി ഇതാണ്, നിങ്ങളുടെ ലിവർ ഇതാണ്, ഇതിനാ കേടെന്ന് പറഞ്ഞ വീഡിയോ, കളർഫുൾ വീഡിയോ ചിത്രം ഇന്നൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടും. ഒരു ചിപ്പ് കിട്ടും അല്ലേ? എങ്ങനെ എടുത്തു? അതിന്റെ ഉള്ളിൽ കൂടി ക്യാമറ കയറ്റിന് പണ്ട്. ഇപ്പൊ ഉള്ളിൽ കൂടി ഒന്ന് കയറിന്റെ മേലെ തന്നെ വെച്ചാൽ മതി. സാങ്കേതിക വിദ്യ ഒരുപാട് വളർന്നു. ഇപ്പം ഓപ്പറേറ്റ് ചെയ്യാൻ തുന്നും വേണ്ട, പശ വെച്ചാൽ മതി. അത്ര കേട്ടില്ല നിങ്ങള്? സ്റ്റിക്കർ ഒട്ടിച്ചാൽ മതി. ഇങ്ങനെ ഡെവലപ്പ് ആവുന്നുണ്ട് നമ്മുടെ നാട്. ഒരുപാട് പുരോഗമിക്കുന്നുണ്ട്. കൂടെ ക്യാമറയും പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ മാത്രം പുരോഗമിക്കുന്നില്ല. അതിന്റെ വീഡിയോ ചിത്രങ്ങളുടെ കളർ ചിത്രങ്ങൾ അവർ ആ ക്യാമറ വെച്ച് UK ക്യാമറ വെച്ച ഒരു ചിത്രമാണത്. ഇത് നമ്മുടെ ഇന്ത്യയിൽ ഇല്ല, പേടിക്കണ്ട, ധൈര്യമായിട്ട് യാത്ര ചെയ്യാം. ഇനി UK-ക്കും വിദേശത്ത് യൂറോപ്പിക്കൊന്നും പോകണ്ടെന്ന് അർത്ഥമുണ്ടോ? ഇത്ര മനുഷ്യർ പോകുന്നുണ്ട്, യാതൊരു നിവൃത്തില്ല. പക്ഷെ അവരൊന്നും ആ ചിത്രം മിസ്യൂസ് ചെയ്യൂല, ഗവൺമെന്റ് ആണ് എന്ന് നമുക്ക് തൽക്കാലം സമാധാനിക്കാം. ഇത് ഒരു പ്രത്യേക ക്യാമറയാണ്. ഈ ക്യാമറയുടെ ഒരു പ്രത്യേകത, ഇതിന് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നതിന് പകരം ഇന്ന് ടെലിഫോൺ ലൈനിൽ ഉപയോഗിക്കുന്ന ഒരു ക്യാമറയാണ്. കമ്പ്യൂട്ടർ ഒന്നും വേണ്ട, ടെലിഫോൺ ലൈൻ അങ്ങോട്ട് കുത്തിയേക്ക ഈ ക്യാമറ. എന്നിട്ട് ലോകത്ത് എവിടെയെങ്കിലും പോവുക, അവിടെ നിന്നിട്ട് ഇതിന് ഓണാക്കുക. ഇവിടെ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ ക്യാമറ വീട്ടിലോ ഓഫീസിലോ വെക്കുക. എന്നിട്ട് പോവുക എവിടേക്ക്? ദുബായിക്കോ അബുദാബി എവിടെയെങ്കിലും പോവുക. എന്നിട്ട് എന്റെ വീട്ടിലെ പരിപാടി എന്താ നടക്കണം അപ്പൊ നോക്കാൻ പറ്റും. അപ്പൊ കിട്ടും, എല്ലാം കാണാൻ, നടക്കുന്നതും ഇരിക്കുന്നതും. അതിനുപയോഗിക്കുന്ന ക്യാമറ, ഇതിന്റെ പേര് IP ക്യാമറ എന്നാണ്. 5000 രൂപ 10,000 രൂപ വിലയുണ്ടതിന് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടുപിടിക്കാൻ പോണ സാധനമൊന്നുമല്ല. ഇത് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് കമ്പ്യൂട്ടറിന്റെ ആവശ്യമില്ല, വെറുതെ വെച്ചു കൊടുത്താൽ മതി. ലോകത്തിന്റെ എവിടുന്ന് നമുക്ക് ചിത്രങ്ങളെ കാണാൻ പറ്റും. അത് തന്നെയാണ് ഈ ക്യാമറയും. നെക്സ്റ്റ്, ഇത് ട്രാഫിക്കിൽ ഉപയോഗിക്കുന്നുണ്ട്, വാഹനം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അടുത്ത് ട്രാഫിക്കിൽ വെച്ചതിന്റെ ഒരു പത്ര ന്യൂസാണ്. നെക്സ്റ്റ്, അതിന്റെ വീഡിയോ ചിത്രങ്ങളാണത്. ആ ക്യാമറയിലൂടെ കിട്ടിയ ചിത്രങ്ങൾ. വാഹനത്തിന്റെ സ്പീഡൊക്കെ നിയന്ത്രിക്കാനൊക്കെ ഇത്തരം ക്യാമറകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വീഡിയോ ക്യാമറയൊക്കെ ഉള്ളത് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കുക. കുട്ടികളാണല്ലോ അത് മിസ്യൂസ് ചെയ്യുന്നത്, അവർക്ക് ആ ഫോൺ വേണ്ട. ഇനി അഥവാ അവരെ കയ്യിൽ ആ സാധനമുണ്ട്, നല്ല ദീനിയായ കുട്ടിയായാലും അല്ലാത്ത കുട്ടിയായാലും, ഉപ്പമാരെ സൂക്ഷിക്കുക. എന്ത്? വീട്ടിൽ വരുമ്പോ നമ്മൾ വീടിന്റെ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുന്ന് ആ കുട്ടിനോട് ചോദിക്കാം, മോനെ എന്റെ ക്യാമറ ഒന്ന് കാണിച്ചടാ, എന്റെ ആ ഫോണൊന്ന് കൊണ്ട വാപ്പ ഒന്ന് നോക്കട്ടെ, ഉമ്മ ഒന്ന് നോക്കട്ടെ എന്ന് പറയാ. ഇവിടെ മെനുവിലൊക്കെ ഇങ്ങനെ പോയി നോക്കുക, ആരാ ഫോട്ടോ എടുത്തത്, ആരതാണിത്, അല്ലെങ്കിൽ എവിടുക്കാ വിളിച്ചത്, ആരാ വിളിച്ചത്, ഒന്ന് പരിശോധിക്കുക. അതിനൊരു ഉമ്മ മുന്നിട്ട് ഇറങ്ങണം. മക്കൾ ഒരുപാട് വളർന്നു വലുതായാലും ഉമ്മ ഇത് ABCD = A² ആണ് ഉമ്മ, അങ്ങക്ക് തിരിയില്ല അറിയും. തന്നെ അറിയും ഉമ്മ അങ്ങോട്ട് പോകും. കാരണം 2 ഇംഗ്ലീഷും കുറച്ച് മാത്തമാറ്റിക്സ് കൊണ്ട് പറഞ്ഞ ഉമ്മ പറയും. പണ്ടൊരു കഥ പറയാണ്ട്, എന്താടാ നീ സിസ്റ്റർ വലിക്കാന്ന് വെച്ചു, 3-5 ആണ് ഇത്. ഉമ്മക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ ഈ ABCD = E² എന്നൊക്കെ പറയുമ്പോ ഉമ്മാക്ക് വിചാരം ഇത് പഠനവുമായി എന്തോ കടിച്ചാ പൊട്ടാത്ത സയൻസാ, അതെനിക്കറിയില്ല. അല്ല, അവരിങ്ങളെ പറ്റിക്കുകയാണ്, നിങ്ങൾക്ക് അറിയും, ഉപ്പാക്ക് അറിയും. ആ വാങ്ങുക, മൊബൈൽ പഠിക്കാൻ ഒരു കോളേജിലും പോകണ്ട. ഇല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനോട് പോയിട്ട് അല്ലെങ്കിൽ ഒരു കടയിൽ പോയി ചോദിച്ചാൽ മതി, എങ്ങനെ ഇതിന്റെ മെനു ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാം, ഇതിൽ വന്ന കോളും പോയ കോളും എങ്ങനെ എടുക്കും, ഇതിലെ ചിപ്പുകളൊന്ന് ഊരിയെടുത്ത് എന്റെ കമ്പ്യൂട്ടറിൽ ഒന്ന് ഇട്ട് വെക്കാം മോനെ, കുരുത്തക്കേടിന്റെ മോൻ കാട്ടിയിട്ടുണ്ടോ ഒന്ന് നോക്കാനാണ്. എന്താ നമ്മുടെ വാപ്പമാർക്കൊന്ന് ചോദിച്ചാല്
അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒരു പരിശോധന, ഒരു മിന്നൽ പരിശോധന വീട്ടിൽ നിർബന്ധമാണ്. അത്രയും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുട്ടി നിരപരാധിയായിരിക്കും. ഇവനെ ഏൽപ്പിക്കുന്ന ചിപ്പുകൾ പല കുട്ടികളുമായി ബന്ധമുള്ള കുട്ടിയാണ് നമ്മുടെ കുട്ടി. ആ കുട്ടിക്ക് മറ്റേ കുട്ടി കൊടുക്കും. പണ്ടൊക്കെ ഒരു CD വലിച്ചുകൊണ്ടാ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവന്റെ ബാഗിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു കാണും. കനമുള്ള പുസ്തകമായിരുന്നു അന്നൊക്കെ, അതും ബുദ്ധിമുട്ടാണ് കൊണ്ടു നടക്കാൻ. ഇപ്പോ ഒരു വിരലിന്റെ, ഒരു നഖത്തിന്റെ 4/1 വലിപ്പമുള്ള ചിപ്പിൽ 100 കണക്കിന് CD കൊള്ളുമെങ്കിൽ അതൊരു ബാഗിലിട്ട് ഒളിപ്പിച്ചു വെക്കാൻ ഒരു പ്രയാസമില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ബാഗ് പരിശോധിക്കുക. വേറെ ഒരു നിവൃത്തിയില്ല. മൊബൈലും പരിശോധിക്കുക. മൾട്ടിമീഡിയ ഫോൺ വാങ്ങിക്കൊടുക്കരുത്. ഇൻകേസ് അവരെ കയ്യിലുണ്ടെങ്കിൽ അത് വാങ്ങി വേറൊന്ന് കൊടുക്കുക. ഇനി നാടൻ ഫോണാണെങ്കിൽ തന്നെ അതിന്റെ മെനു പരിശോധിക്കുക. വേറെ നമുക്കൊന്നും ചെയ്യാനില്ല. അതുപോലെ മൊബൈൽ, ഏതേലും മൊബൈലിന്റെ ഈ സാങ്കേതിക വിദ്യയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. മായ്ച്ചാ മഴയില്ല എന്ന് തൽക്കാലം മനസ്സിലാക്കുക. ഇൻകേസ് ആ മൊബൈലിൽ വല്ല ഫോട്ടോ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇത്ര വൃത്തികെട്ട ഫോട്ടോ ഉണ്ടെങ്കിൽ ഇനി എന്താ ചെയ്യുക? മായ്ച്ചാലും പോവില്ലെങ്കിൽ എന്താ ചെയ്യുക? ഞാൻ ഒറ്റ വാക്ക് പറയാനുള്ളത്, ആ മൊബൈൽ ഫോൺ എന്നേക്കുമായി അങ്ങോട്ട് നശിപ്പിക്കുക. ലോഡും വണ്ടിക്ക് കട്ട വെച്ച് നശിപ്പിക്കുക. പൊടി പൊടിയാക്കി ദൂരെ വലിച്ചെറിയ. ഒരു നിവൃത്തിയില്ല. അതല്ല, കുറച്ചും കൂടി ബുദ്ധിയുള്ള മക്കളാണെങ്കിൽ ഓർക്കുക, എടുക്കുന്ന ഫോട്ടോ അങ്ങനെ വല്ലതും നിർബന്ധമാണ് നിങ്ങൾക്ക് എടുക്കുന്നതെങ്കിൽ എടുക്കുമ്പം മെമ്മറി കാർഡ് പറഞ്ഞ ചിപ്പിൽ സ്റ്റോർ ചെയ്യുക. മൊബൈലിന്റെ ഉള്ളിൽ ആവരുത് അത്. എന്നിട്ട് ആ ചിപ്പ് എടുത്ത് നശിപ്പിക്കുക. മൊബൈൽ ആർക്കേം കൊടുക്കുക. പക്ഷെ അത് ഉറപ്പാക്കണം അത് മൊബൈലിലാണോ ചിപ്പിലാണോ എന്ന് വിവരം വേണം. അതല്ല, ഒരു 10,000 20,000 വിലയുടെ ഫോണാണെങ്കിലോ നശിപ്പിക്കുക എന്ന് പറഞ്ഞ സങ്കടമല്ലേ? എങ്കിൽ അങ്ങനെ എന്നേക്കുമായി നശിപ്പിക്കുന്ന എഞ്ചിനീയർമാരും വന്നിട്ടുണ്ട്. ആ ഫോൺ അങ്ങോട്ട് കൊടുത്തതിനുള്ളിൽ മുഴുവനും കണ്ണടച്ചിട്ട് നശിപ്പിച്ചു തരും. അതിന്റെ സോഫ്റ്റ്വെയറും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് ചെയ്യാം. എന്നിട്ട് അത് റീയൂസ് ചെയ്യാം. പക്ഷെ അതിന് ഒരു ദിവസത്തോളം സമയം വേണം. 5000 രൂപയുടെ ഫോണാണെങ്കിൽ ഒരു 10,000 കൊടുക്കേണ്ടി വരും. പിന്നെന്തിനാണ് ആ ഫോൺ അങ്ങനെ ചെയ്യണം? അത് നശിപ്പിക്കുന്നതല്ല നല്ലത്. അത് നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ മറ്റൊരു മാർഗവും അതിനില്ല. തൽക്കാലം ആ മൊബൈലിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക. വളരെ വേഗത്തിൽ എനിക്ക് ഇനി പറയാനുള്ളത് കമ്പ്യൂട്ടറിനെ കുറിച്ചും ഇതേപോലെ ഒരു ദുരന്താണ് പറയാനുള്ളത്. ഈ മൊബൈൽ ഫോണിന്റെ ഈ കഥ ഞാൻ ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ മാസം ദുബായിലെ കുറെ മലയാളി സമാജവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ക്ലാസ് കൊടുത്ത സമയത്ത് അതിലെ ഒരു ഈനിയായ ഒരു മനുഷ്യൻ വന്നിട്ട് പറയാണ്, എന്തെങ്കിലും നിവൃത്തിയുണ്ടോ ഞാൻ ആ വിറ്റ ഫോണിന്റെ ഡാറ്റ ഒന്ന് എന്നേക്കും നശിപ്പിക്കാനും? അയാൾ എന്നോട് വന്ന് ചോദിച്ചതാ. 2 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല അത്രേ. ഉറക്കൊക്കെ പോയി. കാരണങ്ങൾക്ക് എന്നെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഓരോരുത്തരുടെ ഒരാളുടെ കഥയല്ല, 1000 പേരുടെ കഥയാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. ഈ ക്യാമറയിൽ വലിയൊരു ദുരന്തം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കമ്പ്യൂട്ടറിനെ കുറിച്ചാണ്. കമ്പ്യൂട്ടർ എല്ലാവർക്കും അറിയാം, നല്ലൊരു സാധനമാണ്. ഒരു വലിയൊരു സംഭവമാണ് ഇന്ന് കമ്പ്യൂട്ടർ. ഒരു വീട്ടില് ഒരു വലിയൊരു ഹാളിൽ അതിങ്ങനെ അലങ്കരിച്ച് വെക്കുന്നത് വലിയൊരു സംഭവമാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മുടെ ഗൾഫിലുള്ള ഭർത്താവായിട്ട് കണ്ട് സംസാരിക്കുക, ഭയങ്കര രസമാണ്. അല്ലെങ്കിൽ മണിക്കൂറുകളോളം സംസാരിക്കുക, അതിനപ്പുറം രസമാണ്. എന്നാൽ ഭർത്താവ് അങ്ങ് ദുബായിൽ 2-3 വർഷമായി, പാവത്തിന് തിരിച്ചു വരാൻ നിവൃത്തിയില്ല, ടിക്കറ്റിന് പൈസയില്ല, നല്ല പണിയില്ല. ഭാര്യ കല്യാണം കഴിച്ച് 6 മാസം കഴിഞ്ഞ് അങ്ങോട്ട് പോയതാണ്. പാവം ഇവളാണെങ്കിൽ ഇവിടെയും കഷ്ടപ്പാടൊരു നോക്ക് കാണാൻ ഉറപ്പാണ്. അപ്പം ഇവരെന്ത് ചെയ്യും? ഭർത്താവ് പോകുമ്പോ തന്നെ ഒരു ക്യാമറ ഒക്കെ വെച്ചുകൊടുത്ത് ഒരു വീഡിയോ കോൺഫറൻസിങ് ഒരു ക്യാമറ ഒക്കെ വെച്ചുകൊടുത്തു, അങ്ങ് കണക്ട് ചെയ്ത് അദ്ദേഹം പോയിട്ടുണ്ട്. അല്ലെങ്കിൽ പൈസ ഫോൺ ചെയ്ത് അയച്ചു കൊടുത്ത് അത് സെറ്റ് ചെയ്തു. അടുത്തൊരു എഞ്ചിനീയർ വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. അതും റെഡിയാ. ഇനി ഇവര് കണ്ട് സംസാരിക്കുക. മാന്യ സുഹൃത്തുക്കളെ, ഒരു കാര്യം ഓർക്കുക, ഇങ്ങനെ കണ്ട് സംസാരിക്കാൻ ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് ലൈസൻസ് തന്നത്? ഒരു കമ്പനിയും തന്നിട്ടില്ല. സൗജന്യമായിട്ട് തന്നിട്ടുള്ളൂ, ലൈസൻസ് അല്ലാതെ. ഇന്റർനെറ്റിലെ ഒരു വീഡിയോ കണക്ട് ചെയ്യുക, ഒരു ക്യാമറ കണക്ട് ചെയ്ത് കണ്ടുകൊണ്ട് ഭർത്താവുമായി മറ്റ് റിമോട്ടായി സംസാരിക്കാൻ സൗജന്യമായി തന്ന ആ ഇമെയിൽ ഉണ്ടാക്കുമ്പോ, സൗജന്യമായി തരുന്ന സമയത്ത് അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് ആരും വായിച്ചു നോക്കൂല. അവസാനം 4 പേജ് കഴിഞ്ഞിട്ട് അതിന്റെ താഴെയുണ്ട് യെസ് ഐ ആം എഗ്രി എന്നൊരു കുത്ത്. മൗസ് കൊണ്ടൊന്ന് കുത്തണം. യെസ് ഞാൻ എഗ്രി, ഞാൻ ഉറപ്പിച്ചു, എനിക്ക് സമ്മതമാണ് എന്നൊരു സൈൻ ചെയ്ത് ഒപ്പുണ്ട്. അത് വായിക്കാതെ ഒപ്പിടല്. കാരണം വെറുതെ കിട്ടുന്ന സംഭവമാണെങ്കിൽ നമ്മൾ ഒപ്പിടുമല്ലോ. ഒരാൾക്ക് വെറുതെ തരുമല്ലേ, എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കല്ലോ. ഫ്രീ ആയിട്ട് എനിക്ക് തരത് ഒപ്പിടണം എന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് കൊടുക്കും. 4-5 പേജ് വായിക്കാനുള്ള ക്ഷമയൊന്നും മനുഷ്യന്മാർക്കില്ല. എന്താണ് ആ എഴുതിയതെന്നറിയോ? നിങ്ങൾ ഇതിലൂടെ ക്യാമറയോ മറ്റോ അയക്കുന്ന വീഡിയോ ചിത്രങ്ങളും ശബ്ദചിത്രങ്ങളും മറ്റ് നിങ്ങളെ വിലപിടിപ്പുള്ള ഡാറ്റകൾ ഒരു ഗ്യാരണ്ടി ഇല്ലട്ടോ. യെസ് ഐ ആം എഗ്രി. രണ്ടാമത്തത് എന്താ പറയുന്നതെന്നറിയോ? നിങ്ങൾ ഇതിലൂടെ അയക്കുന്ന ഡാറ്റകൾ ഞങ്ങൾ കോപ്പി അടിച്ച് വിൽപ്പന നടത്തും. അതിന് സമ്മതമാണോ? സമ്മതമാണ്. മൂന്നാമതൊരു ചോദ്യം കൂടി ഉണ്ട്.
ഇനി ഇതിലുണ്ടാകുന്ന വല്ല കേസോ കോടതിയോ ഞങ്ങളല്ല ഉത്തരവാദി, നിങ്ങളാണ്. അതിന് സമ്മതമുണ്ടോ? സമ്മതമുണ്ട്, എത്തി ഒപ്പിട്ട്. ഇപ്പൊ കേസും ഞാനാണ്, കോടതി ഞാൻ തന്നെ. എന്ത് ചെയ്തോളും എല്ലാ സമ്മതവും കൊടുത്തു. നമുക്ക് വീഡിയോ ക്യാമറ വെച്ച് തന്നു കേട്ടോ. ഇപ്പൊ ഗൂഗിൾ എർത്തോ നാസയോ മൈക്രോസോഫ്റ്റോ ആരുമല്ല, നിരപരാധികളാണ്. കുഴപ്പം മുഴുവൻ ആരടുത്ത്? സൗജന്യമായി കിട്ടിയ എന്റെ അടുത്ത്, അഥവാ നമ്മുടെ നാട്ടിലെ പാവം ഈ സ്ത്രീ, ഇവളെടുത്ത്. ഞാൻ കഥയാക്കി പറയാണ്. ഇപ്പൊ ഇവളാണ് അതിന്റെ ഉത്തരവാദി. ഒപ്പിട്ടു, ഓക്കെ. ക്യാമറ വെച്ച് ഭർത്താവായി കണ്ട് സംസാരിച്ചു, റാഹത്തായി. കാരണം വർഷങ്ങളായി പാവത്തിനെ കണ്ടിട്ടില്ല, ഇപ്പൊ ഒന്ന് കണ്ടു. ഭയങ്കര സംഭവമാണ്. രാത്രി 12 മണി കഴിഞ്ഞു, എല്ലാവരും കിടന്നുറങ്ങി. നല്ലൊരു റൂമിൽ, അടച്ചുറപ്പുള്ള റൂമിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കിടന്നുറങ്ങി. ഉപ്പയുമ്മയൊക്കെ കിടന്നുറങ്ങി. ഭർത്താവ് അങ്ങ് അവിടെ, ഭാര്യ ഇവിടെ. കാട് കടന്ന് സംസാരിച്ചു. പറയാ, ഇത് സംഭവിച്ച കഥ കേട്ടോ, പച്ചയായി ഞാൻ പറയുന്നത്. എന്റെ പെങ്ങന്മാരും ഉപ്പമാരും മുമ്പിൽ ഇത് പച്ചയായി പറയുന്നത്. ഉള്ളിന്ന് തട്ടിയിട്ട് എന്നെ കണ്ടെന്ന്. വെറുതെ തന്നതല്ലേ, നമ്മൾ പറഞ്ഞില്ലേ, ഇതിലൂടെ അയക്കുന്ന ഓരോ വീഡിയോ ചിത്രങ്ങളും ഞങ്ങൾ കോപ്പി അടിക്കും, ഞങ്ങൾ വിതരണം ചെയ്യും. ഇന്റർനെറ്റിൽ $10, $50 വരെ അഭിനയിക്കാത്ത ഒറിജിനൽ ചിത്രങ്ങൾ വാങ്ങാൻ ആളുകൾ, ചെറുപ്പക്കാർ ക്യൂ നിൽക്കുകയാണ് എന്ന്. ഈ ബിസിനസിന്റെ തന്ത്രത്തുകൊണ്ടല്ലേ ഇവരിത് സൗജന്യം. എന്നിട്ട് ഈ ചിത്രങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് അത് ഇന്റർനെറ്റിൽ സൗജന്യമായി വിതരണം ചെയ്യും. എന്നിട്ട് അതിന്റെ താഴെ കാണാം, വെബിൽ കയറുന്ന ആളുകൾക്ക്, ഇന്ന് കിട്ടിയ ചൂടുള്ള വാർത്ത, ഇന്ന് കിട്ടിയത്, തിരൂരിന്ന് കിട്ടിയത്, ആയിഷാന്റേത്, അബൂബക്കറിന്റേത്, പേര് വരെ എഴുതിയ വീഡിയോ, നഗ്നമായ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ ഇന്നുണ്ട്. നിങ്ങളൊന്ന് കേറി നോക്കി അതിന്റെ കഥ അറിയാൻ ഞെട്ടിപ്പോകും. ഈ ചിത്രങ്ങൾ പരിചയമുള്ളതും പരിചയമില്ലാത്തതും ഒക്കെ ഉണ്ട് അതിന്റെ അകത്ത്. എങ്ങനെ വന്നു കയറി അതിന്റെ അകത്ത്? സ്വന്തമായി അംഗീകരിച്ചുകൊണ്ട് കൊടുക്കുന്നതല്ല, ഇതുപോലത്തെ കൊടും ചതിയിലൂടെ അകപ്പെട്ടുപോയ ചിത്രങ്ങളാണ്. ഇത് വാങ്ങാൻ ചെറുപ്പക്കാർ ക്യൂ നിൽക്കുകയാണ്. അതിനുവേണ്ടി ഇന്റർനെറ്റിലും കഫേലും, ഇന്റർനെറ്റ് കഫേല് ബൂത്തിൽ ക്യൂ നിൽക്കുന്ന ചെറുപ്പക്കാരെ അങ്ങാടിക്ക്, തിരൂർക്ക് ഒന്ന് പോയി നോക്കി, ഇന്റർനെറ്റ് ക്യാബിനിലേക്ക് ഒന്ന് പോയി നോക്കി. നിങ്ങള് ഉപ്പമാർ ഒരു ദിവസമെങ്കിലും ആ ഇന്റർനെറ്റ് ബൂത്തിലേക്ക് പോയി നോക്കി, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ ഒന്ന് എത്തി നോക്ക്. അവൻ മുഖത്ത് നോക്കി ചോദിക്കും, എന്താടാന്ന് ചോദിക്കും. വയസ്സായ നിങ്ങളെ താടി നോക്കി ചോദിക്കും, എന്താടാന്ന് ചോദിക്കും. മാറട അവിടുന്ന്, ഞാൻ പൈസ കൊടുത്തിട്ടാണ് ഇവിടെ കാണുന്നത് എന്ന്. ഇതിനൊക്കെ അംഗീകാരം കൊടുക്കാൻ നമ്മുടെ സർക്കാരും രംഗത്ത് വന്നു. നോക്കി നിങ്ങൾ, എത്ര വൃത്തികെട്ടാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഫേലിരുന്ന് കൊണ്ട് ഇതുപോലെ ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യാ, അതും അഭിനയിച്ചത് കുട്ടികൾക്ക് വേണ്ടത്രേ. ഇതുപോലത്തെ ഒറിജിനൽ കുടുംബങ്ങളെ ചിത്രമുണ്ടോ? $5-10 ബാങ്കിലെ ATM കാർഡ് അടിച്ചു കൊടുത്തുകൊണ്ടും മറ്റു പല മേഖലയിലൂടെയും മൊബൈൽ ഫോണിൽ ചാർജ് ചെയ്ത പൈസ കൊടുത്തുകൊണ്ടും ₹100 ബാലൻസ് ഉണ്ട്, അതിന് $50 ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ഈ ചിത്രം കിട്ടാൻ. അല്ല, അപ്പൊ പൈസ കൊടുക്കണമെന്നൊന്നുമില്ല, കാശ് എങ്ങനെ കമ്പ്യൂട്ടറിൽ കൂടി കൊടുക്കുക, അങ്ങനെ കൊടുത്താൽ മതി. ചിത്രം കിട്ടി തരും, കാണുക, നന്നായി കണ്ടങ്ങനെ ചിരിക്കവന് റാഹത്തായോ വീട്ടിൽ പോവുക, കിടന്നുറങ്ങാം. നോക്ക് നിങ്ങൾ, വലിയ ദുരന്തല്ലേ ഇത്? അപ്പൊ ഇങ്ങനെ ഈ ക്യാമറ വെച്ച് സംസാരിക്കുന്നത് ഇവർക്ക് അറിയുന്നില്ല. അതുപോലെ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ വാപ്പയുമായി ഒരുപാട് സംസാരിക്കും. ഈ സമയത്ത് സൈഡിൽ നിന്ന് കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നേ, മോളെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, എന്നേറ്റൊന്ന് ചാറ്റ് ചെയ്യാവോ, എന്നേറ്റൊന്ന് സംസാരിക്കാമോ എന്ന്. കുറെ സംസാരിച്ചു കഴിഞ്ഞാൽ വാപ്പയുമായി ചാനൽ കട്ട് ചെയ്താൽ വേഗം വരും ഇവളേറ്റ് സംസാരിക്കും, അടിക്കും. പാവം ഉമ്മാന്റെ വിചാരം എന്താ? ഉപ്പയേറ്റ് മോള് ഭയങ്കര സംഭവമാണ്, മിടിക്കുകയാണ് അവള്, വീഡിയോ കോൺഫറൻസിങ് പഠിച്ചോളാണ് അവള്, സംസാരിച്ചു. ഞാൻ കിടന്നുറങ്ങാൻ, എനിക്ക് വയ്യ ഉറക്കൊഴിച്ചിരിക്കാൻ, നല്ല സുഖമായി ഇപ്പൊ ഇവൾക്ക്. അങ്ങനെ അവനുമായി, കാമുകനുമായി ഇവൻ ചങ്ങാത്തം. കാമുകൻ പറയും ഒരു ദിവസം, താഴ്ത്തടി ക്യാമറ, ഇവൻ താഴ്ത്തും, ഇവളെ ചിത്രവും നഗ്നമായി ഇന്റർനെറ്റിൽ ഒഴുകും. സൂക്ഷിക്കണം, ഇപ്പോഴാണ് അതിന്റെ സമയം. നാടൊരുപാട് പുരോഗമിച്ചു, IT രംഗത്ത് ഒരുപാട് ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായി. പക്ഷെ മനുഷ്യന്റെ മനസ്സിന് മാത്രം ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല, തിരിച്ചറിവില്ല. മൃഗങ്ങളെക്കാളും മനുഷ്യൻ അധംപതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഇസ്ലാമികമായ നിയമങ്ങളും ചിട്ടയും ഒക്കെയുള്ള ആളുകൾ പോലും ഇതിന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം സാങ്കേതിക വിദ്യ അവനെ ചങ്ങലക്കിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അല്ല, പ്രായപൂർത്തിയായ മക്കളെ ഒരല്പം ശ്രദ്ധിക്കുക, നമുക്ക് അത്രേ നമുക്കതിന് നിർവാഹമുള്ളൂ. ഇത്തരം കമ്പ്യൂട്ടറുകൾ ബെഡ്റൂമിൽ വെക്കരുത്. തുറസായ ഹാളിൽ വെച്ചോ. കമ്പ്യൂട്ടർ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല, ക്യാമറ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഹാളിൽ വെക്കുക. എന്നും അത് ഉപ്പയും ഉമ്മയും ഒന്ന് പരിശോധിക്കുക. ഇന്നലെ ഏത് സൈറ്റിൽ കയറി നീ, അല്ലെങ്കിൽ നീ എന്തൊക്കെ ചാറ്റ് ചെയ്തു, എന്ത് പരിശോധിക്കണം. അതിന് വിവരമില്ലെങ്കിൽ കമ്പ്യൂട്ടർ വേണ്ട. ഉപ്പാക്കും ഉമ്മാക്കും കമ്പ്യൂട്ടർ ഓണാക്കാൻ വിവരമില്ലെങ്കിൽ മക്കൾക്ക് വേണ്ട, ഒരു സംശയമില്ല. എന്റെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ട്. ഓരോ നിമിഷവും ഞാൻ അവിടെ നോക്കിയിട്ടേ കൊടുക്കൂ.
മാത്രമല്ല 6 വയസ്സായ എന്റെ മോൻ എന്നോട് ചോദിക്കും, ഉപ്പ ഞാൻ കമ്പ്യൂട്ടർ തുറന്നിട്ട് ഒന്ന് ഓണാക്കട്ടെ, www. ഞാൻ എന്തടിക്കണമെന്ന് 6 വയസ്സുകാരൻ എന്നോട് ചോദിക്കും. www. പിന്നെ ഞാൻ എന്തടിക്കണമെന്ന് അവനറിയാ. വൃത്തികെട്ട് എന്തെങ്കിലും അടിച്ചാൽ ഒരു ദിവസം എന്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് വന്ന് പറയാവൻ, ഉപ്പ ഞാൻ ഈ കാർട്ടൂൺ എന്ന് അടിച്ചിട്ട് 2 ആണും പെണ്ണും കൂടി കിസ് ചെയ്യുന്നതാണ് കണ്ടത്, അയ്യേ എന്ന് 6 വയസ്സുകാരൻ നാണം കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ മക്കൾ അടുത്തേക്ക് വരണം. അതിന് വീട്ടിലെ മക്കളും ഉമ്മളും കൂടി ഒരു ബന്ധമൊക്കെ ഉണ്ടാക്കണം. കണ്ടാ കുരച്ചു ചാടുന്ന സ്വഭാവമാകുമ്പോ മക്കൾ അങ്ങനെ പോകും. സ്നേഹവും അവിടെ ഒരു ഐക്യമൊക്കെ ഉണ്ടാകുമ്പോ കുട്ടികൾ ഇത് വന്ന് പറയും ചെയ്യും. അതിന്റെ വീണ്ടും തിരിച്ചു വരുന്നത് ഉമ്മമാർക്കും ഉപ്പമാർക്കുള്ള ഉത്തരവാദിത്വം തന്നെയാണ്. മക്കൾ നന്നായിട്ടുണ്ടെങ്കിൽ അതിന്റെ ആളും നമ്മൾ തന്നെ, ചീത്തയായിട്ടുണ്ടെങ്കിൽ അതിന്റെ ആളും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം മക്കൾക്ക് സ്വകാര്യ കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുക്കരുത്, ഇത്തരം മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കരുത്, മോട്ടോർ സൈക്കിൾ വാങ്ങിക്കൊടുക്കരുത്, വെറുതെ കാശും കൊടുക്കരുത്. എത്ര കോടികൾ നിങ്ങളുടെ അടുത്തുണ്ടായാലും ശരി, ആവശ്യമില്ലാത്ത ഒരു ഉറുപ്പ്യം കൊടുക്കരുത്. സ്നേഹമൊക്കെ ഉണ്ട്, അത് മനസ്സിൽ മതി. പണ്ടൊരു തന്ത പറഞ്ഞാണ്, ഞാനോ ഒരുപാട് കഷ്ടപ്പെട്ടു, എന്റെ മോൻ അത്ര കഷ്ടപ്പെടരുതേ. പോയി കാര്യട്ടോ, ഒരല്പം മോനും നീയും കഷ്ടപ്പെടടാ എന്ന് പറയും, അപ്പോഴേ ആ കുട്ടി രക്ഷപ്പെടൂ. ഞാൻ എന്റെ ജീവിത കഥയാ പറഞ്ഞത്. ഒരുപാട് കഷ്ടപ്പെട്ട ആളാ, അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതും ഇങ്ങനെ പറയാനുള്ള ഒരു ചങ്കൂറ്റം, ഇങ്ങനെയൊക്കെ ഒരു ഇൽമുണ്ടാക്കാനും എനിക്ക് കഴിഞ്ഞത് ഒരുപാട് കഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാ. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ കാര്യത്തിൽ പ്രത്യേക രക്ഷിതാക്കളെ സൂക്ഷിക്കുക. ഈ സാങ്കേതിക വിദ്യ ഒരുപാട് വളർന്നു, അത് നിങ്ങളും മനസ്സിലാക്കണം, അത് പരിശോധിക്കണം. തുറസായ സ്ഥലത്ത് കമ്പ്യൂട്ടർ വെക്കാവൂ, അത് നിങ്ങൾ പരിശോധിക്കണം. പേഴ്സണൽ റൂമിൽ കമ്പ്യൂട്ടർ വേണ്ട, TV വേണ്ട, CD പ്ലെയർ വേണ്ട. ബാഗുകൾ പരിശോധിക്കണം, CD ഉണ്ടാ നോക്കണം, മൊബൈലിലെ കോളുകൾ നോക്കണം, പോകുന്ന കോളും വീഡിയോയും ചിപ്പും ഒക്കെ പരിശോധിക്കണം. എന്നും ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നിങ്ങൾ മാറ്റണം. അപ്പം ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതിൽ വീഡിയോ ക്യാമറ വെക്കുന്ന, ഇന്റർനെറ്റിൽ വെക്കുന്ന ഒന്നിന്റെ ചിത്രങ്ങളാണ് നെക്സ്റ്റ്. ഇനി ചെറിയൊരു പോയിന്റ് കൂടിയുള്ളൂ, ഏതായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യണം. ഇതിനുള്ള സൊല്യൂഷൻസ് ഇത്രയേ ഉള്ളൂ. ഇനി പുറത്തിറങ്ങി എങ്ങനെ നടക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം, പർദ്ദയെപ്പോലുള്ള അതിലും കഠോരമായ വല്ല ഡ്രസ്സും ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അല്ലെങ്കിൽ അത്തരം ഡ്രസ്സുകൾ, ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഡ്രസ്സുകൾ, ഏതോ ഒരു വിരുദ്ധൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു റേസും മേലെ പതിച്ച് തിരിച്ചു പോകാത്ത അത്രയും ഉപകരണങ്ങളുടെ ഡ്രസ്സ്. അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ച ക്യാമറ ഉണ്ടെങ്കിൽ ആ ക്യാമറ കണ്ടുപിടിക്കുന്ന ഉപകരണം പോക്കറ്റിലിട്ട് നടക്കുക. എന്നിട്ട് അതിനൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുക. ഏതെങ്കിലും റേ അതിൽ കൂടെ ഒരു മൊബൈലോ വയർലെസ്സോ അവിടെ ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ അങ്ങോട്ട് ചെന്നാൽ അത് അങ്ങോട്ട് ഓഫ് ആകണം. അങ്ങനത്തെ യൂണിറ്റ് ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ 3000-4000 റുപ്യൊക്കെ വിലയുണ്ട് ആ സാധനത്തിന്. പല പോലീസ് സ്റ്റേഷനിലേക്കും അത് വേണം എന്ന് കമ്മീഷൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പല ഭാഗത്തും അത് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മെ ചിത്രമെടുക്കുന്നത് തടയാൻ ഭാവിയിൽ ഇത്തരം അപൂർവ കുപ്പായങ്ങൾ കൂടിയേ തീരൂ. അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും വേറൊരു ചിപ്പ് ഡിസൈൻ ചെയ്യേണ്ടി വരും. എന്തിന്? ചിത്രങ്ങൾ എടുക്കാതിരിക്കാനുള്ള ചിപ്പ്. അങ്ങനെ സാങ്കേതിക വിദ്യയുടെ മറ്റൊരു വിദ്യ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു പറ്റം ശാസ്ത്രജ്ഞന്മാർ അതിന്റെ തുടക്കം കുറിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പരിധിവരെ ആശംസിക്കാം. അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇത് മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ഉള്ളൂ. ഇനി മറ്റൊന്ന് പറയാനുള്ളത് മക്കളെ കാര്യത്തെക്കുറിച്ച് തന്നെയാണ്. ഒരല്പം ശ്രദ്ധ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ നമുക്ക് വേണം. ഇപ്പം ചെറിയ കുട്ടികൾക്ക് വരെ നല്ല ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവരെ ആദ്യം തൊട്ടേ ഇത് പറഞ്ഞ് ഫലിപ്പിക്കുക. അല്ലാതെ ഒരു 18 വയസ്സ് ഇവിടെ വാടാ എന്ന് പറഞ്ഞാലോ അങ്ങോട്ട് പോകും. പകരം 5-6 വയസ്സാകുമ്പോഴേ തന്നെ മുന്നോമന സന്താനത്തെ വിളിച്ചു കൂട്ടിയിട്ട് മൊബൈൽ എന്താണ്, നീലെന്താണ്, പച്ച എന്താണ്, വൃത്തിയേട് കണ്ട അയ്യേ എന്നുള്ള ഒരു ചിത്രം അവനിൽ ഉണ്ടാക്കുക. എന്നും അവനെ കുറിച്ച് സംസാരിക്കുക. അവന്റെ പേഴ്സണൽ ലൈഫിൽ ഉമ്മയും ഉപ്പയും ഇടപെടുക. ഒരു ഫാമിലി ഫ്രണ്ടായി മാറുക മക്കളോട്. അല്ലാതെ ഒരു ഗാർഡിയൻ എന്നുള്ള നിലയ്ക്ക് നിന്നും ഒരു ഫ്രണ്ടായി മാറുക. കാരണം ഞാൻ അത് പറയാൻ കാരണം, 7 വയസ്സായ എന്റെ മോള് സ്കൂളിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന്. അവൾ അവളുടെ ടീച്ചർക്ക് എഴുതി കൊടുത്തു, ഹംസ 5 മുക്കിൽന്ന്. ഉടനെ ടീച്ചർ, ഏതാ ഈ കുട്ടി? അത് കുട്ടിയല്ല മാഡം ടീച്ചർ, അതെന്റെ ഫാദറാണ്. ടീച്ചർ പെട്ടെന്ന് സ്റ്റക്കായി പോയി. എന്റെ മോള് എന്നെ ഫ്രണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടായിരിക്കാം ഞങ്ങൾ ഇന്നും വീട്ടിൽ വളരെ ഫ്രണ്ട്ലിയാണ്. ഏത് കാര്യം പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകും, എല്ലാം ചർച്ച ചെയ്യും. ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണം. അപ്പൊ നമ്മുടെ കുട്ടികൾ ഒരു പരിധിവരെ നമ്മുടെ കയ്യിലേക്ക് എത്തും, നിയന്ത്രിക്കാൻ സാധിക്കും. ഇനി പ്രായപൂർത്തിയായ യുവാക്കൾ, യുവതികൾ മനസ്സിലാക്കുന്നത്, നാം അറിയാതെ ദുരന്തത്തിൽ പോയി ചാടുന്നുണ്ട്. സാങ്കേതിക വിദ്യ കുറച്ചെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. പുസ്തകങ്ങളിലൂടെയും ഇന്റർനെറ്റിലൂടെയും മറ്റ് CD യിലൂടെയും